വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ ഈ ക്ലാസ്സിലെ ഇത് കണ്ട് ഞാൻ ഇതിലേക്ക് ജോയിൻ ചെയ്തത്. ഞാൻ ജോയിൻ ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ ശരിയാകുമോ എന്ന് എന്റെ മൈൻഡിൽ തന്നെ ഉണ്ടായിരുന്നു. എന്നിലേക്ക് അങ്ങ് അട്രാക്റ്റഡ് ആയിട്ട് വരുമായിരുന്നു. പോസിറ്റീവായിട്ടുള്ള ഒരുപാട് ആളുകള്, പോസിറ്റീവായിട്ടുള്ള ഒരുപാട് സിറ്റുവേഷൻസ്. എനിക്ക് അതിന്റെ ഇടയ്ക്ക് ഒരു സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു കോഴ്സിന് ചേരാനും പറ്റി ഇവിടെ കട്ടപ്പനയില് ഫ്രീ. ഗവൺമെന്റ് ജോലിയുടെ പ്രത്യക്ഷ കിട്ടുന്നുണ്ടായിരുന്നു. അതെനിക്ക് അട്രാക്ഷൻ വഴി നേടിയതാണ്. ഓസ്ട്രേലിയയിലേക്ക് പോകാൻ സാധിച്ചു. സാറിനോട് ഞാൻ ചോദിച്ചായിരുന്നു മോന് പോകാൻ സാധിക്കുമെന്ന്. സാറ് പറയുകയും ചെയ്തു. ഇന്ന രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. മോന് പോകാൻ സാധിച്ചു. പിന്നെ ഞാൻ സാർ ഗോൾ സെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഈ 2026 നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വർഷമാക്കി എങ്ങനെ മാറ്റാമെന്നുള്ള കാര്യമാണ് ഇന്നിവിടെ പങ്കുവെക്കാൻ പോകുന്നത്. ഞാൻ അനിവിന്ദ്. നിങ്ങളെല്ലാവരും യൂട്യൂബ് ചാനലിലൂടെയൊക്കെ എന്നെ കണ്ടിരിക്കുക. ഏകദേശം 4-5 വർഷമായിട്ട് നമ്മൾ ഈ ഒരു മേഖലയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത്രയധികം സക്സസ് സ്റ്റോറീസ് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട്. അതായത് ഞാനൊരു ഫ്രസ്ട്രേഷൻ എന്ന് പറഞ്ഞാല് ഫ്രസ്ട്രേഷൻ എന്ന് വെച്ചൊരു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ ഈ ക്ലാസ്സിലെ ഇത് കണ്ട് ഞാൻ ഇതിലേക്ക് ജോയിൻ ചെയ്തത്. ഞാൻ ജോയിൻ ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ ശരിയാകുമോ എന്ന് എന്റെ മൈൻഡിൽ തന്നെ ഉണ്ടായിരുന്നു. എനിക്കൊരു ആളെ ഫേസ് ചെയ്യാനോ അങ്ങോട്ട് പോകാനൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത്രയ്ക്കൊരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു ഞാനിത്. ഞാൻ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നല്ലോ എനിക്ക് പറ്റാത്ത, നല്ല ബോൾഡായിട്ട് ഒരാളായിരുന്നു. പക്ഷെ പിന്നെ എനിക്ക് എന്താന്നറിയില്ല, പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എന്നിലേക്ക് അങ്ങ് അട്രാക്റ്റഡ് ആയിട്ട് വരുമായിരുന്നു. പോസിറ്റീവായിട്ടുള്ള ഒരുപാട് ആളുകള്, പോസിറ്റീവായിട്ടുള്ള ഒരുപാട് സിറ്റുവേഷൻസ്. എനിക്ക് അതിന്റെ ഇടയ്ക്ക് ഒരു സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു കോഴ്സിന് ചേരാനും പറ്റി ഇവിടെ കട്ടപ്പനയില് ഫ്രീ ആയിട്ട്. നല്ലൊരു കോഴ്സ്. അതായത് നമ്മൾ കോളേജിൽ പഠിക്കുന്ന അതേ ഒരു ലെവലില് നമുക്ക് അവിടെ പോയി പഠിക്കാൻ പറ്റി, എക്സാം എഴുതാൻ പറ്റി, പാസ്സാവുകയും ചെയ്തു. അപ്പോ അതിനകത്ത് നമുക്ക് അതായത് RSET എന്ന് പറഞ്ഞൊരു സ്ഥാപനമായിരുന്നു, ഗവൺമെന്റിന്റെ ഒരു സ്ഥാപനമാണ്. റൂറൽ ഡെവലപ്മെന്റ് ട്രെയിനിങ് സെന്റർ. അങ്ങനെ എല്ലാ ജില്ലയിലും ഉണ്ടത്. അപ്പൊ എന്റെ അടുത്ത് ഒരാള് എന്നോട് വിളിച്ചു പറഞ്ഞു. ഞാൻ ജസ്റ്റ് പോകാൻ പറ്റുമെന്നൊന്നും വിചാരിച്ചില്ല, കാരണം മോള് സ്കൂളിൽ പഠിക്കുന്നുണ്ട്, വീട്ടിൽ ആരും ഇല്ല. പക്ഷെ എന്താന്നറിയില്ല, കാര്യങ്ങളെല്ലാം സ്മൂത്ത് ആയിട്ട് നടന്നു. എക്സാമും എഴുതി. അതിനുശേഷം അതിനകത്ത് നമ്മളെ പഠിപ്പിച്ചത് ഇതായിരുന്നു, എന്താണ്ട് നമ്മുടെ ഫുഡ് ആൻഡ് ഇല്ലേ, കുക്കിങ്ങിന്റെ കേക്ക് മേക്കിങ്ങും ഇതുപോലെ ഫാസ്റ്റ് ഫുഡും. അപ്പൊ നമ്മൾ അതിന് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ തന്നെ അതിനകത്ത് കാണിച്ചിരിക്കുന്ന എല്ലാം തനിയെ കുക്ക് ചെയ്യാൻ തുടങ്ങി, ആൾക്കാർക്ക് കൊടുക്കാൻ തുടങ്ങി. അവരത് ടേസ്റ്റ് ഉണ്ടെന്ന് പറയാൻ തുടങ്ങി. നമ്മുടെ പ്രൊഫഷൻ ഒന്നും അല്ലെങ്കിലും നമ്മൾ അതിലങ്ങോട്ട് ഇൻവോൾവ്ഡ് ആയി, അതിലേക്ക് അങ്ങ് ഇറങ്ങി. എനിക്ക് അങ്ങനെ ഒരു ഫുഡ് കുക്കിങ് അതിനൊക്കെ താല്പര്യമൊക്കെ പോയതായിരുന്നു. പക്ഷെ ഇപ്പൊ ഇന്ന് വരെ ഞാൻ നന്നായിട്ട് ആൾക്കാർക്ക് ഫുഡ് ചെയ്തു കൊടുക്കുകയും അത് സെർവ് ചെയ്ത് കൊടുക്കുകയും അവരും അതിൽ സന്തോഷം, എനിക്കും അതിൽ സന്തോഷം, സത്യം. പിന്നെ അതുപോലെ ഒരുപാട് ആളുകള്, ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ആളുകൾ എന്നിലേക്ക് വന്നു. അതൊരു ഭയങ്കര ഒരു സംഭവമാണ്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എനിക്ക്. കാരണം ഞാൻ അത്രയ്ക്ക് ഭയങ്കരമായിട്ട്, എനിക്ക് പറയാൻ വാക്കില്ല, അത്ര ഡൗൺ ആയിരുന്നു ഞാൻ, അത്ര ഡൗൺ ആയിരുന്നു. അപ്പൊ അതൊരു എന്താ പറയാ, ഒരു മിറക്കിൾ എന്നൊക്കെ അല്ല പറയാൻ പറ്റും. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എനിക്ക് പഠിക്കാൻ ഒരു അവസരം കിട്ടും. കാരണം ഞാൻ അതായത് 10 to 4 o'clock വരെയായിരുന്നു ക്ലാസ്. അതിനകത്ത് ഉച്ച വരെ എന്ന് പറയുന്നത് നമുക്ക് തിയറി ക്ലാസ്സുകൾ, നമ്മൾ കോളേജിലൊക്കെ സാറുമാര് പഠിപ്പിക്കുന്ന പോലെ തന്നെ. ഉച്ചയ്ക്ക് ശേഷം തിയറി. നമുക്ക് അതുപോലെ ഒരുപാട് ഫ്രണ്ട്സ്, നല്ല പോസിറ്റീവായിട്ടുള്ള ഫ്രണ്ട്സ്, 29 ഉണ്ടായിരുന്നു സ്ട്രെങ്ത്. ഇപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിച്ചിരുന്നു എനിക്കൊരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഇവിടെ കിട്ടുമോ, ഇങ്ങനെ ഒരു സ്ഥലത്ത് ഞാൻ വന്ന് പെട്ടിട്ട്, വണ്ടമേട് ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്നിട്ട് എനിക്കൊരു ഫ്രണ്ട്ഷിപ്പ് കിട്ടുമോ, അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചു. അപ്പൊ 29 ഫ്രണ്ട്സ്, അവർ നമ്മുടെ വീട്ടിലേക്ക് വരുന്നു, നമ്മൾ അവരുമായിട്ട് മിങ്കിൾ ചെയ്യുന്നു. അതൊക്കെ ഭയങ്കര ഒരു അനുഭവം അല്ലേ. നമുക്ക് സ്വപ്നമാണോ മിഥ്യയാണോ എന്ന് നമ്മൾ ചിന്തിച്ചു പോവുകയല്ലേ. എങ്ങനെ കിട്ടാൻ അങ്ങനെ ഒരു അവസരം, അത് ഇതുപോലെ ഒരു റിമോട്ട് ആയിട്ടുള്ള ഒരു സ്ഥലത്ത്, ഒരാളെ പോലും പരിചയമില്ലാത്ത ഒരു സ്ഥലം. എനിക്ക് ആരെയും പരിചയമില്ല, എനിക്ക് എന്ത് ചെയ്യണമെന്നും അറിയത്തില്ല, എനിക്ക് പോകാൻ വഴി പോലും അറിയത്തില്ലായിരുന്നു. അപ്പൊ അത് എന്നെ സംബന്ധിച്ച് ഭയങ്കര ഒരു മിറക്കിളാണ്. എനിക്കത് എങ്ങനെ പറഞ്ഞത് ഫലിപ്പിക്കണമെന്ന് അറിയത്തില്ല. പക്ഷെ എനിക്കതിൽ നിന്ന് മനസ്സിലായത്, നമ്മൾ പോസിറ്റീവായിട്ട് നമ്മൾ എന്ത് കാര്യത്തിലും ഇൻവോൾവ് ആയിട്ട് നിൽക്കുകയാണെങ്കിലും അതിൽ കയറുകയാണെങ്കിലും നമുക്ക് പോസിറ്റീവായിട്ടുള്ളത് നമ്മളിലേക്ക് വന്നു ചേരും. നമ്മൾ പോലും അറിയാതെ അത് അട്രാക്റ്റഡ് ആയിട്ട് മോർണിംഗ് ആണോ ഈവനിംഗ് ആണോ ബാച്ച്? ഞാൻ ഈവനിങ്. ഈവനിംഗ് ബാച്ചാണ്. ആദ്യം ഞാൻ മോർണിംഗ് ആയിരുന്നു.
ആ ആദ്യം മോർണിംഗ് ആയിരുന്നു. അപ്പൊ പിന്നെ മോളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് പറ്റുകയില്ല. കാരണം ഇവിടെ ഭയങ്കര ക്ലൈമറ്റ് ഒരു മോശമല്ലേ. ഉം. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈവനിങ് ക്ലാസ്സിലാണ് എപ്പോഴും കയറുക. പിന്നെ 8 o'clock ചില സമയത്ത് എനിക്ക് കയറാൻ പറ്റാറില്ല. എന്നാലും ഞാൻ ആ മെഡിറ്റേഷൻ ചെയ്യും. ഞാൻ പിന്നെ എന്നാലും ഈ ഹെഡ്സെറ്റ് വെച്ചിട്ട് ഞാൻ നടന്നാലും ഞാൻ കോഴ്സിന്റെ ഇതെല്ലാം കേൾക്കാറുണ്ട്. ആ അതാ ഞാൻ പറഞ്ഞു എനിക്ക് റെക്കോർഡ് ക്ലാസ് ഇട്ട് തരണേ ഞാൻ ഇടയ്ക്ക് അതെ പറയാറില്ല. റെക്കോർഡ് ക്ലാസ് ഇപ്പൊ ഏകദേശം 15 ദിവസത്തിന്റെ ഇട്ടിട്ടുണ്ട്. ബാക്കിയുള്ള റെക്കോർഡ് ക്ലാസ് ഇടും. അതെ ഓക്കെ അതാ ഞാൻ ഇത് പറഞ്ഞത്. നമുക്കിത് ആരോടും ഇത് നമുക്ക് എന്താ പറയേണ്ടത്, അതിന് പറയാൻ വാക്കുകളില്ല. നമുക്ക് ഇത് കാരണം ഞാൻ 12-നാണ് ജോയിൻ ചെയ്തത്. ഞാൻ December 12-നാണ് ജോയിൻ ചെയ്തത് കേട്ടോ. ഉം. എനിക്ക് അപ്പൊ തന്നെ അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോ ഈ കോഴ്സും എനിക്ക് ജോയിൻ ചെയ്തു ഞാൻ. ആ ഓക്കെ അതാണ്. താങ്ക് യു സോ മച്ച്. ഓക്കെ ഉം. അതായത് ഇദ്ദേഹത്തിന്റെ ലൈഫിൽ പറയണ എനിക്ക് ഓർമ്മയുണ്ട്, ഈവനിങ് ബാച്ചിൽ വന്നിട്ട് ഫുൾ സങ്കടമായിരുന്നു. ഒരു ദിവസം വന്നിട്ട് നിങ്ങൾ സങ്കടങ്ങളും കാര്യങ്ങളും പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞു ക്യാമറ ഓൺ ആക്കൂ, എന്നിട്ട് അദ്ദേഹത്തിന് മോട്ടിവേഷൻ ഇങ്ങനത്തെ കാര്യങ്ങൾ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അറ്റ്ലീസ്റ്റ് സ്റ്റാറ്റസ് ഒന്നും ഇടുക. അതായത് ഇദ്ദേഹം മൊത്തം ഡൗൺ ആയി. ഏതൊരു ഉൾനാട്ടിലാണ് അദ്ദേഹം ഉള്ളത്. കുറേ പ്രശ്നങ്ങൾ, കുറേ മാനസികമായിട്ട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. നമ്മുടെ എലൈൻമെന്റ് മാസ്റ്ററിയിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ബാച്ചിൽ ഈവനിങ് ബാച്ചിലെ മെമ്പറാണ്. വളരെ സന്തോഷം നിങ്ങൾ ഇത്രയും മാറ്റം ഉണ്ടെന്ന് അറിഞ്ഞതിൽ. ഇത് ഷെയർ ചെയ്തില്ലല്ലോ ക്ലാസ്സിൽ? ഇല്ല ഞാൻ ഷെയർ ചെയ്തില്ല. കാരണം പിന്നെ നമ്മൾ ഇങ്ങനെ ഇത് ചെയ്യുന്ന സമയത്ത് ആളുകൾ ക്ലാസ്സിൽ ഇരിക്കുന്നതല്ലേ. ആ അപ്പൊ അവർക്കൊരു ഡിസ്റ്റർബൻസ് ആവത്തില്ലേ. ആ നമ്മൾ പറയുമ്പോഴേ വേറെ ക്ലാസ് ആയിട്ടല്ലേ. ആ അതെ അതെ അതെ, എന്തായാലും അവസരം തരാം. താങ്ക് യു സോ മച്ച്. ഓക്കെ അതെ അതുകൊണ്ട് ശരി. ഓക്കെ എന്തായാലും സന്തോഷം കേട്ടോ. ഇനിയും മുമ്പിലേക്ക് ഇനിയും അങ്ങനെ നമുക്ക് ഓപ്പർച്യൂണിറ്റികൾ വരട്ടെ എന്ന് ഞാനും അതെ അതെ, പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും എല്ലാവർക്കും ഏതെങ്കിലും വരട്ടെ. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം നിങ്ങൾ ഫുഡിലാണ് ഉറച്ചു നിൽക്കുന്നെങ്കിൽ ഏതെങ്കിലും ഫുഡിന്റെ ഇപ്പം ഞാൻ അല്ലെ സ്റ്റാറ്റസ് ഒക്കെ വെച്ചില്ലേ, ആ നമ്മള് ഒരു പുള്ളിക്കാരിയുടെ അദ്ദേഹം എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ്സിൽ എലൈൻമെന്റ് മാസ്റ്റർ മെമ്പർ ആയിരുന്നു. അല്ല ഞാൻ വിചാരിച്ചത് ഞാൻ വല്ല സൈക്കോളജിസ്റ്റിനെ പോയി കാണേണ്ടി വരുമോ, മെഡിസിൻ എടുക്കേണ്ടി വരുമോ, അങ്ങനെയൊക്കെ തന്നെ ഞാൻ വിചാരിച്ചു. പക്ഷെ നമുക്ക് ഇങ്ങനെയുള്ള സിമ്പിൾ എന്ന് നമ്മൾ തോന്നുന്ന ഇതിലൂടെ നമുക്ക് ചേഞ്ച് വരുമെന്ന് പറയുന്നതേ ഭയങ്കര അത്ഭുതമല്ലേ. നമ്മൾ തീർച്ചയായും കേൾക്കുന്നവര് വിചാരിക്കും ഇത് ഞാനിപ്പോ ഇതൊക്കെ ആൾക്കാരോട് പറയുമ്പോ അവര് പറയും ഇങ്ങനെയൊക്കെ മാറുവോ, ഇങ്ങനെയൊക്കെ സംഭവിക്കുവോ, ഇതെന്താണ്. പക്ഷെ അത് അനുഭവിച്ചാലേ അത് അറിയുള്ളൂ. തീർച്ചയായിട്ടും. തീർച്ചയായും തീർച്ചയായും. ഓക്കെ അടുത്ത രാജ്മി അടുത്തിന് അവസരം തരികയാണ്. നമ്മുടെ എലൈൻമെന്റ് മാസ്റ്ററിലെ ആളാണ്. ഞാൻ ഇന്നത്തെ ക്ലാസ് പങ്കെടുക്കണ്ടില്ല. ഓക്കെ എന്താണ് എക്സ്പീരിയൻസ് നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷനിലേക്ക് വന്നതിന് ശേഷം? ഞാനിത് മ്യൂട്ട് ചെയ്തോട്ടെ. മ്യൂട്ട് ചെയ്തോളൂ. രാജ്മിയോടും പറഞ്ഞോളൂ. ഇന്നലെ ഞാൻ ക്ലാസ്സിന് പങ്കെടുത്തിട്ടില്ല. കക്കാടംപൊയില് പോയിരിക്കുന്നു. ഉം. അവിടെ രാത്രി 12 മണി 1 മണി വരെ മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അങ്ങനെ തന്നെ പ്രകൃതിനെ ഞാൻ എടുക്കുമായിരുന്നു. ഇങ്ങോട്ട് അത്രയ്ക്ക് രസമായിരുന്നു. ഭയങ്കര അനുഭവമായിരുന്നു. മെഡിറ്റേഷൻ കൂടി ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. പക്ഷെ ഞാൻ ഒപ്പനോ അത് പിന്നെ ആർക്കും എവിടെ നിന്നും പറയാമല്ലോ, പറഞ്ഞോണ്ടേയിരുന്നു. ഓക്കെ 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 താങ്ക് യു സോ മച്ച്. ഞാൻ ചോദിച്ച ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ ഓഫ് അട്രാക്ഷൻ വഴി എന്തൊക്കെ കാര്യങ്ങൾ ലൈഫിൽ ചേഞ്ചസ് വന്നത് ഇപ്പം ഒരാൾ ഷെയർ ചെയ്യും. എനിക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ട്. സാമ്പത്തികമായിട്ട് മാറ്റം വന്നിട്ടുണ്ടോ ചോദിച്ചാൽ ഇല്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെയാണല്ലോ. അത് അതിലേക്ക് വരാൻ ഒരിത്തിരി നമ്മളെ പക്ഷെ എന്റെ ലൈഫില് എന്റെ വീട്ടിൽ വരുന്ന കുറച്ച് മദ്യപാനമൊക്കെ ഉള്ള പ്രിയപ്പെട്ട ഫ്രണ്ട്സ് ഒക്കെ വരും. അപ്പൊ കുറച്ച് അതൊക്കെ ചെയ്യണ അവരുടെ അത് നിന്നുപോയി. അത് ഭയങ്കര സംഭവമായി പോയി. എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ആ ഒരു സബ്ജക്റ്റ് ഇല്ലാണ്ട് എന്റെ വീട് വിട്ടുപോയി. വെച്ചിട്ടുണ്ടെങ്കില് അത് ഇല്ലാണ്ടായി. കുറച്ച് അസുഖം വന്നിട്ടാണെങ്കിലും അത് നിന്നുപോയി. അപ്പൊ എന്റെ പ്രാർത്ഥനയില് ഇനി അദ്ദേഹം പഠിക്കാനേ പണ്ടിട്ട് വലിയ സാഹിത്യകാരനാണ്. സാഹിത്യ അക്കാദമി അവാർഡൊക്കെ വാങ്ങിയ സാഹിത്യം സ്ഥിരമായിട്ട് എൻ്റെ അടുത്ത് വരുന്നതാണ്. അപ്പൊ അത് ഭയങ്കര സന്തോഷായിട്ടുണ്ട്. അതങ്ങനെ. അപ്പൊ എന്നിലേക്ക് ഇവിടേക്ക് വരുന്ന നെഗറ്റീവ്സ് ഒക്കെ ഇങ്ങനെ ഞാൻ അറിയാണ്ട് എന്റെ വീട്ടിൽ നിന്ന് തന്നെ പോകുന്നുണ്ട്. ഓക്കെ അതന്നെ. താങ്ക് യു സോ മച്ച്. ഇദ്ദേഹം വരുന്ന സമയത്ത് കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് ഒന്നാമത് പ്രോബ്ലം നോ പറയാൻ പറ്റുന്നില്ല. രണ്ടാമത്തെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ എന്ന് പറയുന്ന കാര്യം ആഗ്രഹിക്കുന്നേയില്ല. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ലൈഫിൽ ചേഞ്ചസ് വരുന്നതാണ്. ഇപ്പോൾ എലൈൻമെന്റ് മാസ്റ്റർ ഈ ബാച്ചിൽ ഈ മോർണിംഗ് ബാച്ചിൽ അംഗമാണ്. താങ്ക് യു സോ മച്ച്. ഇനി 3 പേർക്കും കൂടി അവസരം. നിങ്ങളുടെ ലൈഫിൽ ലോ ഓഫ് അട്രാക്ഷൻ വഴി ചേഞ്ചസ് വന്നേ എന്താണ് എന്നുള്ളതാണ്. സിമ്പിളായിട്ട് ഇദ്ദേഹത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇദ്ദേഹത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്ന സമയത്ത്
ഞാനെപ്പോഴും പറഞ്ഞ കാര്യം നമ്മളെ ഒരു സന്തോഷവും കാര്യങ്ങളും നമ്മൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് നമുക്ക് സന്തോഷം തരുന്ന വ്യക്തികളെല്ലാം തന്നെ വരും. ഇവൻ മോശപ്പെട്ട വ്യക്തിയാണെങ്കിൽ പോലും അവർ ഹീൽ ചെയ്ത് നമ്മളായിട്ട് അടുക്കാൻ വേണ്ടി ശ്രമിക്കും. അതാണ് നമ്മുടെ സെൽഫ് ഹീലിംഗ് ആണ്. ഒരാളെ നമ്മൾ തേടി പോകുന്നതനുസരിച്ച് നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്നെങ്കിൽ ധന്യ സജിത്തിൻ്റെ കൂടിയാണ്. അതായത് നിങ്ങൾ ഗവൺമെൻറ് ജോലി നേടിയ വ്യക്തിയല്ലായിരുന്നു, അത് തന്നെയാണോ ഇത്? എന്ത് ഞാനാ അല്ല വേറെ ആളായിരുന്നു അല്ലേ? അതെ. ആ ഓക്കെ, എനിക്ക് ഇങ്ങനെ ഓർമ്മയുണ്ടായത് അത് തന്നെയാണോ എന്ന് കൺഫേം ചെയ്തത്. ഒരു വർഷത്തോളമായി. എന്താണ്? ഞാൻ ഏകദേശം ഒരു വർഷത്തോളമായി യൂട്യൂബ് വഴി അനിൽ സാറിന്റെ വീഡിയോസ് കാണാൻ തുടങ്ങിയിട്ട്. ഉം. നടന്ന സാറിന്റെ വീഡിയോസ് കണ്ടതിന് ശേഷം സെൽഫ് ലവിന്റെ പ്രാധാന്യം ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു. സാറിന്റെ ഹോപ്പിനൊപ്പിന് പ്രെയർ വഴി എനിക്ക് ഒരുപാട് ചിട്ടികളൊക്കെ മാനിഫെസ്റ്റ് ആയിട്ടുണ്ട്. ഗവൺമെന്റ് ജോലിയുടെ സക്സസ് സ്റ്റോറി സാറിന് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ലോ ഓഫ് അട്രാക്ഷൻ വഴി നേടിയതാണ്. ഓക്കെ, അദ്ദേഹം നമ്മളെ ക്ലാസ് പങ്കെടുക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം പോസിറ്റീവായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അപ്പോ പോസിറ്റീവായി വരുന്നു. താങ്ക് യു സോ മച്ച്. ഇദ്ദേഹം ഗവൺമെൻറ് ജോലി കുറേ ചിട്ടികൾ കാര്യങ്ങളൊക്കെ മാനിഫെസ്റ്റ് ചെയ്ത വ്യക്തിയാണ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഞാൻ രാജലക്ഷ്മി മാഡത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്തു, ഭയങ്കര സ്നേഹം നമ്മൾ മറ്റുള്ളവർക്ക് വാരിക്കോരി കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മളില്ലാത്തൊരു കാര്യമാണ്, ഞാൻ എപ്പോഴും എലൈമെൻറ്റ് മാസ്റ്ററി പറയുന്ന കാര്യമാണ്, നമ്മളില്ലാത്ത കാര്യം നമ്മൾ വാരിക്കോരി കൊടുക്കാനൊന്നും ഉണ്ടാവില്ല. നിങ്ങളെ അത്രത്തോളം സ്നേഹിക്കാൻ വേണ്ടിയിട്ട് ശീലിക്കുക എന്നതാണ് ചെയ്യേണ്ടത് കേട്ടോ. എന്നാൽ തന്നെ ആൾക്കാരിൽ ഇപ്പം ഇദ്ദേഹം പറഞ്ഞ ഒരാൾ മദ്യപാന ശീലം അദ്ദേഹം അകലുകയും ചെയ്തു. പിന്നെ അദ്ദേഹത്തിന് മദ്യപാന ശീലം മാറിയിട്ട് അദ്ദേഹം നല്ല ഒരു റിലേഷൻഷിപ്പിലേക്ക് വരികയും സാധിച്ചു. അതാണ് ലവ് എന്ന് പറയുന്നത്. ഇനി ഏകദേശം 4 പേര്, ഇനി ഒരാൾക്കും കൂടിയാണ്, ഒരാൾക്കും കൂടിയാണ് ചാൻസ്. നമസ്കാരമുണ്ട്. നമസ്കാരം, എന്തൊക്കെയുണ്ട് വിശേഷം? എന്റെ പേര് അജിത എന്നാണ്. ഞാൻ മസ്കറ്റിലാണ് ഉള്ളത്. റൈറ്റ്, ആ കുറേ ട്രൈ ചെയ്ത് നോക്കി സാറിന്റെ ഇതിനകത്തിൽ എങ്ങനെ കയറാം. അങ്ങനെ എപ്പോഴേക്കും എനിക്ക് ഇത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാം എന്നും പറഞ്ഞോണ്ടൊരു ആപ്ലിക്കേഷൻ ഫോം ഇട്ടിരുന്നു. പക്ഷെ ആ ഫില്ല് ചെയ്യാനൊന്നും എനിക്ക് ഫസ്റ്റ് പറ്റിയിരുന്നില്ല. സെക്കൻഡ് ഞാൻ മാനിഫെസ്റ്റ് ചെയ്തു സാറിനെ തന്നെ. അപ്പൊ എനിക്ക് അതിനകത്തിലേക്ക് കയറാൻ പറ്റി. എനിക്ക് ബിസിനസ് ആണ് ഉള്ളത്. 36 ഇയേഴ്സ് ആയിട്ട് ഞാൻ മസ്കറ്റിലാണ് ഉള്ളത്. സാറിന്റെ യൂട്യൂബിലേതെല്ലാം ഞാൻ കാണുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എന്താ പറയാ, ഒരു പ്രണാമം കാലിൽ തൊട്ട് തൊഴുതുകൊണ്ട് പറയാ, തൊട്ടുകൊണ്ട് പറയുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വാക്കുകൾ എന്താ പറയുക. ഞാൻ ഒരു ഗുരുവായിട്ട് ഇപ്പം ഒന്നാമത്തെ കാര്യം, ഇപ്പം കേരളത്തിലും എല്ലാം തന്നെ കുറേ ഗുരുക്കന്മാരും കുറേ ആളുടെയും വരുന്നത് എൻ്റെ കാലിൽ തൊട്ടത് കൊണ്ടോ എൻ്റെ ഫോട്ടോ വെച്ച് പൂജിച്ചത് കൊണ്ടോ കാര്യമില്ല. അത് ആദ്യം മനസ്സിലാക്കുക. നമ്മൾ ഒരാൾ കാലിൽ തൊടുന്ന സമയത്ത്, ഞാൻ മുന്നേ പറഞ്ഞിരുന്നു, എലൈമെൻറ്റ് മാസ്റ്ററി പറയുന്ന കാര്യമാണ്, ഞാൻ ഈ സന്യാസിമാരെയും ഇതേപോലെ തന്നെ കാര്യങ്ങൾ കാണുമ്പോൾ ഒറ്റയടിക്ക് ഞാൻ കാലിൽ വീഴാണ് ചെയ്തത്. പിന്നെയാണ് മനസ്സിലായി ഇതുകൊണ്ടൊന്നും കാര്യമില്ല. നിങ്ങളെ കാര്യങ്ങൾ, നിങ്ങളെ ഹീലിങ്ങും കാര്യങ്ങളും കൃത്യമായി ചെയ്യുകയാണെങ്കിൽ മാത്രമേ നിങ്ങളുടെ ലൈഫിൽ ചേഞ്ച് ഉണ്ടാകുകയുള്ളൂ. എല്ലാത്തോടത്തോളം കാലം നിങ്ങൾക്ക് ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. വെറുതെ അത് നിങ്ങളെ കുറ്റം പറയല്ല ചെയ്യുന്നത്. കാരണം ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മളെല്ലാവരും ഈക്വലായിട്ട്, ദൈവത്തെ പോലും നമ്മൾ ഈക്വലായിട്ട് കാണുന്ന സമയത്ത് മാത്രമേ അതിനെ അടുത്തറിയാൻ സാധിക്കുകയുള്ളൂ. ദൈവം എന്ന് പറയുന്ന ആകാശത്തിന് മുകളിൽ സിംഹാസനത്തിലിരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണാൻ നിങ്ങളുടെ എനർജി ലെവൽ കുറയുകയാണ് ചെയ്യുന്നത്. ഈവൻ അതിൽ പുരാണത്തിൽ പോലും ഒരു കഥയുണ്ട്, അധികം പറയാം. അത് ഇങ്ങനെ ഒരാൾക്കും കൂടി സക്സസ് സ്റ്റോറി ഷെയർ ചെയ്യാൻ സാധിക്കും. ആരാണ്? നിങ്ങളുടെ ലൈഫിലെ ചേഞ്ചസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. പറഞ്ഞോളൂ. പറഞ്ഞോളൂ. ഗുഡ് ഈവനിങ് സാർ. സാറിന്റെ ക്ലാസ്സിൽ ഞാൻ 2021 ആദ്യമായിട്ട് ജോയിൻ ചെയ്തത്. എന്റെ പേര് ജ്യോതി സജീവ്. സാറിനെ ഞാൻ പേഴ്സണലായിട്ട് കോണ്ടാക്ട് ചെയ്തായിരുന്നു. എന്റെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. സാറ് എനിക്ക് പറഞ്ഞ കുറെ കാര്യങ്ങൾ ഓപ്പൺ പ്രെയർ ചെല്ലാൻ പറഞ്ഞ് അതെനിക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ എന്റെ മോന് ഓസ്ട്രേലിയയിലേക്ക് പോകാൻ സാധിച്ചു. സാറിനോട് ഞാൻ ചോദിച്ചായിരുന്നു മോന് പോകാൻ സാധിക്കുമെന്ന്. സാറ് പറയുകയും ചെയ്തു. ഇന്ന രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. മോന് പോകാൻ സാധിച്ചു. പിന്നെ ഞാൻ സാർ ഗോൾ സെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഒരു ഐഫോൺ ആയിരുന്നു ഞാൻ ഗോൾ സെറ്റ് ചെയ്തതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഇമീഡിയറ്റ് ആയിട്ട് വേഗം തന്നെ അത് കിട്ടാൻ സാധിച്ചു. ഒത്തിരി ശക്തിയോടും സാറിനോടും നന്ദി പറയുന്നു. പിന്നെ എൻ്റെ ഒരു പെറ്റ്, ഒരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു. അത് വിലയുള്ളതാണ്, 50,000 രൂപ വിലയ്ക്ക് വാങ്ങിച്ചതാണ്. അതിന് പെട്ടെന്ന് ഒരു ദിവസം കാണാതെ പോയി. ഒത്തിരി ഞാൻ ഡിപ്രഷൻ പോലെയായിട്ട് സാറിനെ ഞാൻ കോണ്ടാക്ട് ചെയ്തു. സാറ് പറഞ്ഞു പട്ടിക്കുഞ്ഞ് എൻ്റെ വീട്ടിൽ തിരിച്ചെത്തിയതിന് നന്ദി പറയാൻ പറഞ്ഞു.
അങ്ങനെ പറഞ്ഞ് ഞാൻ പ്രേയർ ചൊല്ലി പിറ്റേ ദിവസം രാവിലെ എന്റെ വീടിനടുത്തുള്ള ഒരു കുട്ടി ഒരു റേഞ്ച് പോയി എന്ന് തോന്നുന്നു. ആ, പോയോ? നീ ആർക്കെങ്കിലും ഇതേപോലെ സക്സസ് സ്റ്റോറി ഷെയർ ചെയ്യണമെങ്കിൽ നീ ഷെയർ ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മൾ ക്ലാസ്സിലേക്ക് പോകണം. ആരെങ്കിലും ഉണ്ടോ? ഹലോ സാറേ, ഞാൻ പറഞ്ഞില്ലായിരുന്നു. ഓക്കെ, പറഞ്ഞോളൂ. പോയതാ. ആ പട്ടിക്കുഞ്ഞിനെ കാണാതെ പോയിട്ട് ആ കുട്ടി അത് കണ്ടിട്ട് എന്നെ വിളിച്ചു പറഞ്ഞു. സാറ് പറഞ്ഞ പ്രയർ ചൊല്ലി കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ തന്നെ എനിക്ക് ആ പട്ടിക്കുഞ്ഞിനെ തിരിച്ചു കിട്ടി. അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഒരു ഹോപ്പനോപോണ പ്രയർ ചൊല്ലിയും പിന്നെ മാനിഫെസ്റ്റ് ചെയ്യാൻ സാറ് പറഞ്ഞ് വിഷ്വലൈസ് ചെയ്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് എല്ലാം സാധിച്ചിട്ടുണ്ട്. ഒത്തിരി നന്ദി. സാറിനും നന്ദി. സാറിനെ ഇങ്ങനെ പല പ്രാവശ്യം യൂട്യൂബ് ചാനൽ സാറിന്റെ വീഡിയോസ് എല്ലാം ഞാൻ കണ്ടു. അതുകൊണ്ടാണ് സാറിനെ ഞാൻ നേരിട്ട് കോണ്ടാക്ട് ചെയ്തത്, ബേസിക് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തത്. ഓക്കെ, നീ ആരെങ്കിലും ഉണ്ടോ സക്സസ് സ്റ്റോറി ഷെയർ ചെയ്യാൻ? ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. നിങ്ങൾ ലൈഫിലെ ചെറുതോ വലുതോ? സാറേ നമസ്കാരം. ഹലോ സാറേ. നമസ്കാരം. ഞാൻ തൊടുപുഴയിൽ വിളിക്കുന്നത്. എൻ്റെ പേര് രജനി. ഞാൻ പല പ്രാവശ്യം സാറിന്റെ ക്ലാസ് കയറാനൊക്കെ ശ്രമിച്ചിരുന്നു, പക്ഷെ എനിക്ക് സാധിച്ചില്ല. ഇന്നിപ്പോൾ എന്ത് തന്നെയായാലും ദൈവത്തിന്റെ അനുഗ്രഹത്തെ യൂണിവേഴ്സിന്റെ ശക്തിയിൽ തന്നെയാണ് എനിക്ക് സാറിന്റെ ക്ലാസ്സിൽ പങ്കെടുക്കാൻ സാധിച്ചത്. സാറിന്റെ യൂട്യൂബ് ക്ലാസ് ഒക്കെ ഞാൻ കേൾക്കാറുണ്ട്. എനിക്ക് ഒത്തിരി പ്രശ്നങ്ങൾ, സത്യം പറഞ്ഞാൽ സാർ ഉറക്കമില്ലാത്ത രാത്രികളും ഒത്തിരി സങ്കടങ്ങളും വിഷമവും പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്തോളം ബുദ്ധിമുട്ടുകളിൽ ഞാൻ കഴിഞ്ഞു പോയ കാര്യങ്ങളായിരുന്നു. അപ്പം സാറിന്റെ ഈ ക്ലാസ്സുകൾ ഞാൻ യൂട്യൂബിൽ കാണുകയും ഒപ്പം ഓപ്പണോ ആ മന്ത്രം ജപിച്ചവരുടെയും ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ സാറേ എനിക്ക് ആ പഴയ കാലങ്ങളെല്ലാം ഞാൻ മറന്നുകൊണ്ട് ഞാനിപ്പോൾ മുന്നോട്ട് പോകുന്നു. ഇപ്പൊ എനിക്ക് നേരത്തെ ഒത്തിരി സന്തോഷമുണ്ട് എൻ്റെ മനസ്സിൽ. അപ്പൊ അത് കാരണം അത് ഞാനിപ്പോ എന്തായാലും സാറിന് ഇപ്പൊ ക്ലാസ് പങ്കെടുക്കാൻ സാധിച്ചതിന് എനിക്ക് ഒത്തിരി നന്ദി. ഈ പ്രപഞ്ച ശക്തിയോട് തന്നെ ഞാൻ നന്ദി പറയുന്നു അതിനകത്ത്. പിന്നെ എൻ്റെ മോളുടെ കല്യാണം ഈ ഏപ്രിൽ മാസം നടത്തണം. അപ്പം നല്ല സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് സാർ കൂടി ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പ്രാർത്ഥന ഉൾപ്പെടുത്താം. ശരി സാറേ, താങ്ക് യു സാറേ. ഓക്കെ, നീ വേറെ ഇല്ലല്ലോ? നീ നമുക്ക് ക്ലാസ്സിലേക്ക് നീ ആരെങ്കിലും ഉണ്ടോ സക്സസ് സ്റ്റോറി ഷെയർ ചെയ്യാൻ? പലരും പറയും അവസരം നൽകിയില്ല എന്നൊക്കെ പറയാറുണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചത് കേട്ടോ. ഓക്കെ, അനീഷ് പറഞ്ഞോളൂ. ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. സാറിന്റെ ക്ലാസ് യൂട്യൂബിൽ കൂടെ ഞാൻ കാണാൻ കഴിയുന്നത്. കാരണം അത് ഞാൻ ഇങ്ങനെ യൂട്യൂബിലും സാറിന്റെ ക്ലാസ് ഉണ്ടെന്ന് എന്റെ മരുമോനോട് പറഞ്ഞു. വോയിസ് ക്ലിയർ ആണ്, ശബ്ദത്തിൽ പറയാമോ? അത് ഞാൻ മരുമോനോട് പറഞ്ഞു നമുക്ക് ഈ സാറിന്റെ ക്ലാസ്സിൽ കയറാനുള്ളത് എന്തായാലും നല്ല ഒരു ഇതാണ്, നല്ലൊരു ഗുരു എന്ന് ഞാൻ അത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതിൽ വളരെ നന്ദി സാറേ, വളരെ നന്ദി. കാരണം പ്രപഞ്ചത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും നമ്മുടെ മനസ്സിലുള്ള ആ ദൈവം എന്നുള്ളതൊക്കെ സാർ പറഞ്ഞു തന്നു. അപ്പൊ അതിലൊക്കെ ഒരുപാട് നന്ദി സാറേ. കാരണം സാറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം ഇങ്ങനൊരു ഗുരുവിനെ നമുക്ക് കിട്ടിയത് ഒരുപാട് നന്ദി. പ്രപഞ്ചത്തിനോട് നന്ദി. താങ്ക് യു സോ മച്ച്. എന്തായാലും നിങ്ങൾ പ്രാർത്ഥന ഉൾപ്പെടുന്നതിന് വളരെ നന്ദി. നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ഇപ്പം ഒരാൾ പറഞ്ഞു, ഞാൻ മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഉള്ളിൽ, അതായത് നിങ്ങളിവിടെ നമ്മളെ ഒരു കാര്യം ഇന്ന് ലോകത്ത് നടക്കുന്നത്, അല്ലെങ്കിൽ ഇന്ന് കേരളത്തിൽ കുറേ ദൈവങ്ങളും കുറേ ആൾക്കാരായിട്ട് ഭയങ്കരമായിട്ട് നമ്മൾ അവരെ കാൽക്കീഴും കാര്യങ്ങളെല്ലാം വീഴാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഈവൻ നമ്മളെ ഊർജ്ജത്തെ അവിടെ താഴ്ത്തി കെട്ടുകയാണ് ചെയ്യുന്നത്. അപ്പം തന്നെ ഞാൻ എപ്പോഴും നോക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഞാൻ ഇപ്പോൾ ഉദാഹരണത്തിന് ഇതിലെ സക്സസ് സ്റ്റോറീസിൻ്റെ ക്രെഡിറ്റ് മുഴുവനും എൻ്റെ കഴിവാണ്, എൻ്റെ പവറാണ് എന്ന് പറഞ്ഞ് എനിക്ക് എടുക്കാം. പല ഗുരുക്കന്മാരും അങ്ങനെ എടുക്കാറുണ്ട്. അതെ, എൻ്റെ പ്രാർത്ഥനയാണ്, എൻ്റെ എനർജി നിങ്ങൾക്ക് തന്നാണ് എന്ന രീതിയിൽ. ഞാൻ അതിൽ വിശ്വസിക്കില്ല. അതിൽ ഒരേ ഒരു കാര്യത്തിലാണ് വിശ്വസിക്കുന്നത്, നിങ്ങൾ എത്രത്തോളമാണോ ഹീലാകുന്നത്, അതായത് നിങ്ങളുള്ളിലുള്ള വേദനകളും കാര്യങ്ങളും ഹീലാകുന്നത്, അത്രത്തോളം നമ്മൾ ലൈഫിൽ ചേഞ്ചസ് വരും എന്നുള്ളതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം നമ്മളെന്ന് പറയുന്ന വ്യക്തി ദൈവത്തിൻ്റെ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഒരു കഥ പറയേണ്ടതെന്ന്, നിങ്ങൾ ചിലപ്പോൾ കേട്ടിരിക്കും. ഇങ്ങനെ ഒരു സഭയിൽ ദൈവവും അതേപോലെ തന്നെ ദേവതകളും മീൻസ് മാലാഖമാരെല്ലാം തന്നെ കൂടി ഒരു ഡിസ്കഷൻ ചെയ്യുകയാണ്. അതായത്
ദേവതകൾ അല്ലെങ്കിൽ ഏഞ്ചൽസ് പറഞ്ഞു മനുഷ്യന് ഞങ്ങൾക്ക് ഈക്വലായിട്ട് കാണാൻ ബുദ്ധിമുട്ടുണ്ട്. അവൻ്റെ ഉള്ളിലുള്ള ആ ദൈവികതയെ അവനിൽ നിന്ന് ഇല്ലാതാക്കണം അല്ലെങ്കിൽ മറച്ചു വെക്കണം എന്ന് പറഞ്ഞു. ചിലപ്പോൾ നിങ്ങൾ കേട്ടിരിക്കും ഈ കഥ. അന്നേരം ആ ദൈവം പറഞ്ഞു എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ, എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ? അന്നേരം ഭൂമിയുടെ അടിയിൽ വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ തുരന്ന് കണ്ടുപിടിക്കും, അതോടൊപ്പം തന്നെ വെള്ളത്തിനടിയിൽ വെച്ച് കഴിഞ്ഞാൽ മുങ്ങി കണ്ടുപിടിക്കും, ആകാശത്തിന് മുകളിലുണ്ടെങ്കിൽ സ്പേസ് ഷിപ്പ് വഴി അവൻ കണ്ടുപിടിക്കുന്ന രീതിയിലേക്ക് ആണ്. അത് ഓരോ ദേവതകളും സജഷൻസ് കൊടുക്കുന്ന സമയത്ത് അതെല്ലാം തന്നെ മനുഷ്യൻ കണ്ടുപിടിക്കും എന്നുള്ളത് മനസ്സിലായി. അവസാനം തീരുമാനമെടുത്തു ദൈവം തന്നെ. അങ്ങനെയാണെങ്കിൽ അവൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു ദൈവികമായ ശക്തിയെ വെക്കാം എന്നുള്ള കാര്യം പറഞ്ഞു. അതാണ് നമ്മളെല്ലാവരും ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന 100 പേരും, ഇപ്പം യൂട്യൂബ് ചാനൽ കാണുന്ന വ്യക്തികളാട്ടെ, എല്ലാവരും ദൈവികതയുടെ ഒരു അംശം തന്നെയാണ്. ഇപ്പം ഞാനത് പറഞ്ഞു തരണമെന്ന് പോലുമില്ല, നിങ്ങൾക്കത് അറിയുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് വരും എന്നുള്ളതാണ്. അതാണ് നമ്മളാണ് നമ്മളെ ക്രിയേറ്റ് ചെയ്യുന്നത്. ആ ഒരു ക്രിയേഷൻ പവർ നമ്മളിലുണ്ട് എന്നുള്ള കാര്യമാണ് ആദ്യം തന്നെ വിശ്വസിക്കേണ്ടത്. അതിന് വേണമെങ്കിൽ യൂണിവേഴ്സ്, കൃഷ്ണൻ, ക്രിസ്തു, അല്ലാഹു, ആ ദൈവങ്ങളെല്ലാം പ്രാർത്ഥിച്ചോളൂ. പക്ഷെ അൾട്ടിമേറ്റായിട്ട് നിങ്ങൾക്ക് ചേഞ്ച് വരുത്തേണ്ടത് നിങ്ങൾ തന്നെയാണ്. ലോകത്ത് ഒരു ശക്തിക്കും നമ്മളെ രക്ഷിക്കാൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ആകെ നമുക്ക് രക്ഷിക്കാൻ പറ്റുന്ന കാര്യം നമ്മൾ തന്നെയാണ്. എനിക്ക് ഓർമ്മയുണ്ട്, കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഒരു വ്യക്തി, അദ്ദേഹം ഒരു റിലീജിയസ് ആയിട്ടുള്ള പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തിയാണ്, അദ്ദേഹം ആ ഒരു മതത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞു, അനിമിൻ സാറേ നിങ്ങൾ പറയുന്നത് തെറ്റാണ്, പ്രപഞ്ചമല്ല, ഞാൻ വിശ്വസിക്കുന്ന ദൈവമാണ് ശക്തൻ എന്നൊക്കെ രീതിയിൽ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ അത്രയും ദൈവവിശ്വാസിയാണോ എന്ന് ചോദിച്ചു. അതെ, എൻ്റെ ഇന്ന ദൈവം ഭയങ്കര പവർഫുള്ളാണ്, ലോകം സൃഷ്ടിച്ച ഇദ്ദേഹമാണെന്ന് പറഞ്ഞു. അങ്ങനെ അത്രയും വിശ്വസിക്കുന്നത് ഞാൻ നിങ്ങൾക്കൊരു ചാലഞ്ച് കേൾക്കാം, വിഷം കുടിക്കുക, ഏതെങ്കിലും വിഷം ഉണ്ടെങ്കിൽ കുടിക്കുക, എന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കൂ നിങ്ങൾ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ കൈ മുറിക്കൂ, എന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കൂ നിങ്ങളെ കൈ ശരിയാക്കാൻ വേണ്ടി. ഇല്ല, അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളുടെ ദൈവം നമ്മൾ തന്നെയാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് നമ്മളെ ഊർജ്ജത്തെ, നമ്മളെ എനർജി ലെവലിനെ നമ്മൾ എത്രത്തോളം ഉയർത്തുന്നത് അത്രത്തോളം മാറ്റങ്ങൾ നമ്മൾ ലൈഫിലേക്ക് വരുന്നുള്ളതാണ്. മുന്നേലും എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്ത തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ അമ്പലങ്ങൾ, പള്ളികൾ എല്ലാം തന്നെ ഒരു പ്രാർത്ഥിക്കലും പോയിട്ട് കരയുകയാണ് ചെയ്തത്. ദൈവമേ എന്നാ എന്നെ രക്ഷിക്കാത്തത് എന്ന രീതിയിൽ നമ്മൾ കരഞ്ഞ് പിഴിഞ്ഞിട്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. എപ്പോൾ മുതലാണോ ഈ കരച്ചിൽ, ഈ വേദനകളെ എനിക്ക് ഇല്ലാതാക്കാൻ സാധിച്ചത്? അത് വേദനകൾ പെട്ടെന്നൊരു ദിവസം സ്വിച്ച് ഇട്ട പോലെ ഇല്ലാതാകില്ല. കാരണം അതുവരെ അനുഭവിച്ച ട്രോമാസും കാര്യങ്ങളും എല്ലാം തന്നെ. ഇപ്പോൾ എലൈൻമെൻറ്റ് മാസ്റ്ററി എന്ന് പറഞ്ഞാൽ ഇതിൽ കുറേ പേര് എലൈൻമെൻറ്റ് മാസ്റ്ററിയിൽ ഇപ്പം അങ്ങനെ പങ്കെടുത്തിട്ട് ഇപ്പം തിരികെയും കാര്യങ്ങളിലില്ലേ, അവൻ ലൈഫിലെന്ന് വെച്ചാൽ കുറേ കല്യാണത്തിന് ശേഷം അല്ലെങ്കിൽ കല്യാണത്തിന് മുൻപ് കുട്ടിക്കാലത്ത് കുറേ രീതിയിൽ ട്രോമാസ്, വേദനകളും കാര്യങ്ങളും അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈഫിൽ ചേഞ്ച് വരാൻ പോകില്ല. എപ്പോഴാണോ അതിനെ ഹീൽ ചെയ്ത്, അതായത് അതിനെ മറന്നു കളയല്ലേ ചെയ്യുന്നത്, അതിനെ ഹീൽ ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നത്, അന്നേരം മുതലാണ് നിങ്ങൾക്ക് ചേഞ്ച് വരുന്നത്. നിങ്ങളെ ഊർജ്ജ നില മാറ്റുകയാണ് ചെയ്യുക. ആ ഒരു ഊർജ്ജത്തെ, ആ ഹീലിംഗ് സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ സൗന്ദര്യം വർദ്ധിക്കുകയാണ് ചെയ്യുക. നിങ്ങളിപ്പം കാണുന്ന രൂപം വരെ മാറ്റാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ കൂടുതൽ അട്രാക്റ്റീവായിട്ടുള്ള പേഴ്സണാലിറ്റിയായി മാറും. നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തികൾ നിങ്ങൾ ലൈഫിലേക്ക് കടന്നു വരിക എന്നുള്ളതാണ് ചെയ്യുന്നത്. അന്നേരം 2026 നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യം ഇതാണ്. അതായത് 2025 വരെയുള്ള പെയിനുകൾ, വേദനകളെ മറക്കുക എന്നുള്ളത്. അതും വേദനകൾ, അതായത് ഞാനിപ്പോഴും പറയുന്നത് വെച്ചാൽ ആ വേദനകൾ നിങ്ങൾക്കുള്ള ഒരു പഠനമായിരുന്നു, അല്ലെങ്കിൽ ഒരു ലെസൺ ആയിരുന്നു, ഒരു അറിവായിരുന്നു എന്ന രീതിയിൽ നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പം ഒരു വലിയൊരു കാര്യം നമുക്ക് നൽകുന്നതിൻ്റെ മുന്നേ നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം, യൂണിവേഴ്സ് ഒന്നും നിങ്ങൾ സൗജന്യമായി നൽകുന്നില്ല. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് നൽകിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുകയുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് നല്ലൊരു ശരീരം ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾ കുറച്ച് റൂമിൽ ഇരുന്നിട്ട് കുറച്ച് അഫർമേഷനോ സ്വിച്ച് വേർഡ്സോ മാത്രം ഇരുന്നിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ശക്തമായിട്ടുള്ള ഒരു നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബോഡി വേണമെങ്കിൽ നിങ്ങൾ ജിമ്മിലോ യോഗയിലോ പോയിട്ട് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടുള്ള ബോഡി കിട്ടുന്നത് പോലെ തന്നെയാണ് യൂണിവേഴ്സ് എന്ന് പറയുന്നത്. നിങ്ങൾ എന്തെങ്കിലും ഒരു പെയിൻ അനുഭവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്തായി വരുന്നത് ഏറ്റവും നല്ല നിമിഷങ്ങളാണ് നിങ്ങൾ മനസ്സിലേക്ക് ചിന്തിക്കുക. ഇപ്പം നിങ്ങൾക്ക് ബിസിനസ് ബുദ്ധിമുട്ടുണ്ടാവും, എന്തോ ആവട്ടെ, പക്ഷേ നിങ്ങൾക്ക് ഈ വേദന കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ആവശ്യപ്പെടുന്നത് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുകയാണ് നല്ലതാണ്. ഇപ്പം നമ്മളെ സ്റ്റുഡൻറ്റ് സുജാർ മോഹൻ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എൻ്റെ സ്റ്റുഡൻ്റാണ്. എൻ്റെ ഇനീഷ്യൽ ബാച്ചിലും ക്ലാസ്സുകളെല്ലാം അറ്റൻഡ് ചെയ്തിട്ട് അത് ഇന്ന് അത്രയും ഉയർന്ന നിലയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഹീലിംഗ് ആണ്. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം മുതൽ കുറേ ട്രോമാസും കാര്യങ്ങളും എല്ലാം തന്നെ സുജാർ മോഹൻ അനുഭവിച്ചിരുന്നു. കിടത്തത്തിലായിട്ട് അദ്ദേഹം എന്നെ വിളിച്ച് സംസാരിച്ചിരുന്നു. കരഞ്ഞിട്ടാണ് പറഞ്ഞത്,
സാറെ രക്ഷിക്കണം എന്ന രീതിയിൽ അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു. അങ്ങനെ അതായത് ആ ഒരു വ്യക്തിയിൽ നിന്ന് ഇന്ന് കാണുന്ന സുജാറ മോഹനായി മാറിയത് ഹീലിംഗ് ആണ്. ആ ഒരു ഹീലിംഗ് പവറാണ് നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ശക്തിയെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഹീലിംഗ് വേണമെങ്കിൽ നിങ്ങൾക്ക് ക്ഷമിക്കാൻ സാധിക്കണം. എത്രത്തോളം ആഴത്തിലാണ് നിങ്ങൾക്ക് ക്ഷമിക്കാൻ സാധിക്കുന്നത് അത്രത്തോളം നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് വരാൻ തുടങ്ങും എന്നുള്ളതാണ്. ആ ഒരു ചേഞ്ച്, അതായത് നിങ്ങളൊരു വ്യക്തിയോട് ക്ഷമിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കണം. പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡ്രസ്സിങ് സ്റ്റൈല് 2026 ഡ്രസ്സിങ് സ്റ്റൈലിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. അതായത് ഒരേ ഡ്രസ്സിങ് സ്റ്റൈലാകാതെ നിങ്ങൾ ഡിഫറെൻ്റ് ആയിട്ട്, ഇപ്പം നിങ്ങൾ പുതിയൊരു വസ്ത്രം നിങ്ങൾ സ്വതവേ എന്താണ് ചെയ്യുക, ഒന്നെങ്കിൽ ചിലപ്പോൾ ഓണത്തിനെടുക്കും, ഇല്ലെങ്കിൽ നിങ്ങൾ പെരുന്നാളിനോ ഈദിനോ കാര്യങ്ങൾ എടുക്കും അല്ലേ. നമ്മൾ അന്നേരമാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ഇന്ന് മുതൽ ഇന്നത്തെ 2026 ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സമയമാണ് എന്നുള്ളത് ചിന്തിക്കുക. നല്ലൊരു വസ്ത്രം നിങ്ങൾക്ക് വേണ്ടി നൽകുക എന്നുള്ളതാണ് അല്ലേ. അതിന് വേണമെങ്കിൽ ഡ്രസ്സില്ലെങ്കിൽ കുറേ ആൾക്കാർ ഡ്രസ്സ് സെല്ല് ചെയ്യുന്ന, പ്രമീള മേഡം വേറെ ആരെങ്കിലും ഡ്രസ്സ് സെല്ല് ചെയ്യുന്ന ആൾക്കാരുണ്ടോ എന്ന് അറിയില്ല. അന്നേരം അങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പം ഹസ്നയുടെ കാര്യത്തിൽ ഹസ്നയല്ല ഹൻസ, നിങ്ങളെ ലൈഫിലെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമോ? ആ ഒരു ഇന്നർ ചൈൽഡ് ചെയ്തതിന് ശേഷം. സർ, അത് ഞാൻ എൻ്റെ അച്ഛനും അമ്മയായിട്ടുള്ള റിലേഷൻഷിപ്പ് വളരെ മോശമായിരുന്നു. അവര് തമ്മിലുള്ള റിലേഷൻഷിപ്പ് തന്നെ ഒരു ബ്രോക്കൺ റിലേഷൻഷിപ്പ് ആയിരുന്നു എനിക്ക്. അപ്പം കുട്ടിക്കാലം തൊട്ടിട്ട് അച്ഛനോട് എന്തെങ്കിലും പറയാനൊക്കെ ഭയങ്കര ടെൻഷനും വഴിയായിരുന്നു. ക്രിസ്മസ്, എൻ്റെ ബർത്ത്ഡേ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾ ആഘോഷിക്കാറില്ല. കാരണം അച്ഛനാലൊന്നും ഒരു ഇഷ്ടമല്ല, മീൻസ് അത് അതൊക്കെ വേസ്റ്റ് ഓഫ് ടൈം ആണെന്ന് പറയും. അപ്പം പറയും പഠിക്കുന്നു മാത്രമേ പറയുള്ളൂ. അപ്പോൾ ഈ സാറിൻ്റെ ക്ലാസ് കയറിയതിനു ശേഷമാണ് പിന്നെ എനിക്ക് അതിന് ഒരു ധൈര്യം വന്നത്. ഈ പ്രാവശ്യം ഞാൻ ക്രിസ്മസിന് ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് നിന്റെ വീട്ടിൽ തന്നെ നമുക്കൊന്ന് സെലിബ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യമായിട്ടൊരു ധൈര്യം വന്നു. ഞാൻ ആരോടും പറഞ്ഞില്ല, ചോദിച്ചില്ല, ഞാൻ തന്നെ ഡെക്കറേറ്റ് ചെയ്തു, കേക്കൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു. അപ്പം പുള്ളി ഭയങ്കര ഹാപ്പി ആയിട്ട് ഞാൻ കണ്ടു. എനിക്ക് ഇത്തവണ എൻ്റെ ക്രിസ്മസ് സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിരുന്നു. അപ്പം പുള്ളി തന്നെ ഭയങ്കര ഹാപ്പി, പുള്ളി തന്നെ എല്ലാത്തിനും ഫോട്ടോ എടുക്കാം, വാ അതെടുക്ക് ഇതെടുക്ക് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഹാപ്പി ആയി. അങ്ങനെ അതാണ് ഞാൻ സാറിന് ഫോട്ടോ ഒക്കെ അയച്ചു തന്നിരുന്നില്ലേ. അപ്പൊ അച്ഛനും അമ്മയൊക്കെ ഭയങ്കര, ഇപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ എന്റെ വീട്ടിൽ നല്ല സമാധാനമുണ്ട്. ഇപ്പൊ അവര് തമ്മിലുള്ള റിലേഷൻഷിപ്പിലും കുറെ മാറ്റമുണ്ട്. എനിക്കും അവരോടുള്ളതിലും അവർക്ക് എന്നോടുള്ളതിലും ഒക്കെ മാറ്റമുണ്ട്. അപ്പൊ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇപ്പൊ ഒരു സമാധാനമുള്ള ഒരു അന്തരീക്ഷമാണ് എനിക്ക്. ഇതുവരെ ഞാൻ അനുഭവിച്ചിരുന്ന എത്രയോ ഹാപ്പിയാണ്. ഇപ്പൊ എനിക്ക് അങ്ങനെ ടെൻഷൻ ഒന്നും ഫീൽ ചെയ്യില്ല. ഞാനിപ്പോ ചൂടാവലും ഇല്ല. ഇപ്പൊ ഒരു അടിയും വഴക്കും ഒന്നും ബഹളം ഒന്നും ഇല്ല. മറ്റേ അച്ഛൻ എന്തെങ്കിലും പറയുമ്പോൾ എനിക്ക് ചൂടാവും, എന്തെങ്കിലും പറയും ഞാൻ അങ്ങോട്ട്. അങ്ങനെയായിരുന്നു. ഇപ്പൊ പക്ഷെ ഞാനിപ്പം അണ്ടർസ്റ്റാൻഡ് ചെയ്തു. സാർ പറഞ്ഞല്ലോ, ഒരാള് നമ്മൾ അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യുക. അവരുടെ ലൈഫിൽ അവരൊക്കെ വിക്ടിം ഓഫ് ദ വിക്ടിംസ് ആണല്ലോ. അപ്പൊ അത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോ പിന്നെ ഞാൻ അതങ്ങ് അങ്ങനെ റെഡിയായി. താങ്ക് യു സോ മച്ച്. ഹൻസയെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു ഡോക്ടറാണ്, ഹോമിയോ ഡോക്ടറാണ്. അദ്ദേഹത്തിന് ദ ബോൺ വിത്ത് ഗോൾഡൻ സ്പൂൺ എന്ന് പറഞ്ഞാണ്. അത് ജനിക്കുന്ന സമയത്ത് തന്നെ സ്വർണ്ണക്കാരനായിട്ട് ജനിക്കുക. പൈസ എല്ലാം ഉണ്ട്, പക്ഷേ സ്നേഹം എന്ന് പറഞ്ഞ കാര്യം കിട്ടിയില്ല. പേഴ്സണൽ കൺസൾട്ടേഷൻ എടുത്ത സമയത്ത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു, നിർബന്ധമായിട്ടും അലൈൻമെന്റ് മാസ്റ്ററി ജോയിൻ ചെയ്തോളൂ എന്ന് പറഞ്ഞു. കാരണം നമ്മൾ ഫസ്റ്റത്തെ 5 ദിവസം കൊടുക്കുന്നത് ഇന്നർ ചൈൽഡ് ഹീലിംഗ് ആണ്. കാരണം ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്ത് വന്നതിന് ശേഷം അദ്ദേഹത്തിന് ഒരു സ്നേഹം എല്ലാം ഉണ്ട്, പക്ഷെ സന്തോഷിക്കാൻ പറ്റില്ല. വേറൊരു ട്രെയിനർ ക്ലാസ്സിൽ ജോയിൻ ചെയ്തു, അദ്ദേഹത്തിന് മാറ്റം സംഭവിച്ചില്ല. കാരണം എന്താണ്? ഹീലിംഗ് സംഭവിക്കുന്നില്ല. സന്തോഷമായിരിക്കുമോ, എല്ലാവരും സ്നേഹിക്കുക, ചുറ്റുമുള്ള എല്ലാം സ്നേഹിക്കുമോ, നമുക്ക് നമ്മളെ സന്തോഷത്തെ കണ്ടെത്താൻ പറ്റുന്നില്ല. അതിനെയാണ് നമ്മൾ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് നമ്മളെ ആ പെയിനെ ആക്സെപ്റ്റ് ചെയ്ത് പെയിനെ ഹീൽ ചെയ്യുന്ന സമയത്ത് നമ്മളെ ചുറ്റുമുള്ള, ഇപ്പം ഞാൻ തന്നെ അലൈൻമെന്റ് മാസ്റ്ററി പറയാറുണ്ട്. അതായത് എൻ്റെ അച്ഛനും അമ്മയും തമ്മിൽ ഭയങ്കരമായിട്ട് ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്. അടിപിടി, ഡിവോഴ്സിൻ്റെ വക്കീൽ, രാത്രി ഉറങ്ങാൻ പറ്റാതെ, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതിനെല്ലാം എനിക്ക് മാറ്റിയിരിക്കാൻ സാധിച്ചത് നമ്മളെ ഹീൽ ചെയ്യുന്നതാണ്. സെൽഫ് ഹീലിംഗ് എന്ന് പറയുന്ന കാര്യം അത്രയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എന്ത് ചെയ്യും, അയ്യോ എൻ്റെ അച്ഛൻ എന്നെ സ്നേഹിച്ചാൽ അല്ലെങ്കിൽ എൻ്റെ പങ്കാളി സ്നേഹിച്ചാൽ മാത്രമേ സന്തോഷിക്കുകയുള്ളൂ എന്ന രീതിയിൽ നിൽക്കാതെ നിങ്ങൾ ആദ്യം തന്നെ സന്തോഷിക്കുക. ഇപ്പോൾ ഞാൻ തന്നെ അലൈൻമെന്റ് മാസ്റ്ററിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ നിങ്ങൾ ഡെയിലി ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഡെയിലി അത് ചിലപ്പം ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്ന കാര്യമാകട്ടെ, ഒന്ന് ഡാൻസ് കളിക്കുന്ന കാര്യമാകട്ടെ, അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് നിങ്ങൾ ഇതുവരെ എന്താണ്, നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിച്ച ആ വ്യക്തിയിൽ നിന്ന്
നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന സമയത്ത് നിങ്ങളെ ചുറ്റുമുള്ള കാര്യങ്ങളിൽ മാറ്റം കൊണ്ടുവരും, അല്ലെങ്കിൽ മാറ്റം കാണാൻ നിങ്ങൾക്ക് സാധിക്കും. അതിൻ്റെ റീസൺ എന്താണെന്ന് അറിയാമോ? വൈബ്രേഷൻ എന്ന് പറഞ്ഞ കാര്യമാണ്, ലോ ഓഫ് വൈബ്രേഷൻ. ഇപ്പം പലരും പറയും ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് വളരെ ഫേക്കാണ്. ശരിയാണ്, ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഫേക്കാണ്. കാരണം എപ്പോഴാണ് ഫേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ വൈബ്രേഷൻ നിങ്ങൾ ഉയർത്താത്തിടത്തോളം കാലം. കാരണം ലോകത്തുള്ള ഏറ്റവും വലിയ വൈബ്രേഷനിൽ ഒന്നാണ് ലവ്. ഏറ്റവും ടോപ്പ് എൻലൈറ്റ്മെൻ്റ് ആണ്, അതിൻ്റെ കീഴിൽ വരുന്നതാണ് ലവ് എന്ന് പറയുന്ന കാര്യം. നിങ്ങളെ ഹാപ്പിയായി നടത്താൻ വേണ്ടിയിട്ട്, അതായത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് നിങ്ങളെ സന്തോഷത്തോടെ നിലനിർത്തുക എന്നുള്ളത്. ലോകത്തിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ സന്തോഷം നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. നിങ്ങളെ ചുറ്റുമുള്ളവർ, ചിലപ്പോൾ നിങ്ങളെ രക്ഷിതാക്കൾ മാത്രമായിരിക്കും നിങ്ങൾ സന്തോഷിച്ച് കാണുന്ന ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഈ സന്തോഷവും കാര്യങ്ങളും തന്നെ നിങ്ങൾ മറ്റുള്ളവർക്ക് നൽകിയിട്ട് നിങ്ങൾ പണം നൽകും, എല്ലാം തന്നെ നൽകി അവസാനം തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഞാനൊന്നുമല്ല, ഒന്നും ആയില്ല എന്ന രീതിയിലേക്ക് ചിന്ത വരും. അതാണ് അസ്നയുടെ ലൈഫിൽ. അസ്ന എന്ത് ചെയ്തു? ഈ പ്രോബ്ലത്തിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റാൻ വേണ്ടി ശ്രമിച്ചു. അതായത് ഓക്കെ, ഈ പ്രോബ്ലത്തെ, അടുത്ത കാര്യമാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. ആക്സെപ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെയാണ്, ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. നമുക്കൊരിക്കലും മറ്റൊരു വ്യക്തിയെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്നാണ് സത്യം. പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും? ഭർത്താവിനെ മാറ്റാൻ വേണ്ടിയിട്ട്, ഭാര്യയെ മാറ്റാൻ വേണ്ടിയിട്ട്, എല്ലാവരും മാറ്റാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെ നമ്മളെ മാറ്റാൻ വേണ്ടി ശ്രമിക്കില്ല. എൻ്റെ വീട്ടിലോ ഞാൻ എന്ത് ചെയ്തു? അച്ഛൻ്റെ കൂടെ ഇങ്ങനെ പറഞ്ഞ് ഉപദേശിച്ചിട്ട് അച്ഛൻ അങ്ങനെ ചെയ്യല്ലേ, ഇങ്ങനെ ചെയ്യല്, അമ്മയോട് അങ്ങനെ പറയും. ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ട് അവസാനം രാത്രിയാകുന്ന സമയത്ത് വീണ്ടും അടിയാവും. അവസാനം ഇത് കേട്ട് അത് ഇത് എന്നെല്ലാം പറഞ്ഞ് ഇങ്ങനെ കൗൺസിലിങ് കാര്യങ്ങൾ എല്ലാം അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. അത് എനിക്ക് അവസാനം ഞാൻ ഭയങ്കര ട്രോമയായിപ്പോയി. ഇങ്ങനെയെന്ന് വെച്ചാൽ അതായത് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അനിയത്തിക്കാണെങ്കിൽ അതിൻ്റെ പ്രോബ്ലം. അതിൻ്റെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ ലോ ഓഫ് അട്രാക്ഷൻ ഇനീഷ്യൽ ക്ലാസ്, ഇപ്പം ബേസിക് ക്ലാസ്സുകൾ പലരും അറ്റൻഡ് ചെയ്തില്ല. ബേസിക് ക്ലാസ്സിൽ ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കൽ മാത്രമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ എലൈൻമെൻറ്റ് മാസ്റ്ററി വന്ന സമയത്ത് ഹീലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ആ ഒരു പോസിറ്റീവ്നെസ്സിലേക്ക് വരണമെങ്കിൽ നിങ്ങളുടെ പാസ്റ്റിനെ നിങ്ങൾ വിട്ടുകളയാത്തോടത്തോളം കാലം നിങ്ങൾക്ക് മുന്നേറാൻ സാധിക്കില്ല. എത്രത്തോളമാണ് നിങ്ങൾ വിട്ടുകൊടുക്കുന്നത് അത്രത്തോളം നിങ്ങൾക്ക് മുന്നേറാൻ സാധിക്കുന്നതാണ്. പല പ്രോബ്ലംസും നിങ്ങൾ നേരിടുന്നുണ്ടാവും. ചിലപ്പം റിലേഷൻ്റെ പ്രോബ്ലം, പണത്തിൻ്റെ പ്രോബ്ലം എല്ലാം തന്നെ നിങ്ങൾ നേരിടുന്നുണ്ടാവും. അത് നിങ്ങൾ പാസ്റ്റിലെ ഒരു നിങ്ങളെ നിർമ്മിക്കുകയായിരുന്നു, പുതിയൊരു നിങ്ങളെ നിർമ്മിക്കുകയായിരുന്നു എന്നുള്ള ഒരു ചിന്ത നിങ്ങളെ മനസ്സിലുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഈ കഴിഞ്ഞ സമയത്തെക്കുറിച്ച് നിങ്ങളെ കുറ്റവും കാര്യങ്ങളെല്ലാം പറയുകയാണെങ്കിൽ നശിക്കുന്നത് ഈ ഒരു പ്രസൻറ്റ് മൊമെൻ്റാണ്. ഈ ഒരു നിമിഷം നിങ്ങൾ നശിക്കും. ആദ്യമെല്ലാം ഞാൻ 100 വർഷത്തേക്കുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു. 100 വർഷത്തേക്കുള്ള കാര്യങ്ങൾ. ഇപ്പം ഞാൻ അങ്ങനെ വലിയ പ്ലാനിങ് ഒന്നുമില്ല. പ്ലാൻ ഉണ്ട്, ഇല്ലയെന്ന് പറയില്ല. മറിച്ച് ഞാൻ ഈ ഒരു പ്രസൻറ്റ് മൊമെൻറ്റിൽ അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം, ഈ ഒരാഴ്ച, ഈ ഒരു മാസത്തേക്കുള്ള കാര്യങ്ങളാണ് ഞാൻ എപ്പോഴും പ്ലാൻ ചെയ്യുന്നത്. മറ്റു പ്ലാൻ ഇല്ല എന്നല്ല, പക്ഷെ അതിനേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങളുടെ ഊർജ്ജത്തെ എപ്പോഴും ഈ ഒരു പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക് നിങ്ങൾ നൽകാൻ വേണ്ടി ശ്രമിക്കാം. അതിനാണ് ആ ഒരു പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യമാണ് ഡീപ്പ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. പ്യുവർ സൈലൻസിനെ നിങ്ങൾ അറിയാൻ വേണ്ടി ശ്രമിക്കുക. പ്യുവർ സൈലൻസ്, അത് നമ്മളെ എലൈൻമെൻറ്റ് മാസ്റ്ററിൽ ഫസ്റ്റത്തെ 15 മിനിറ്റ് വിപස්සന മെഡിറ്റേഷനാണ്. അതിൽ നിങ്ങളെ സൈലൻസിനെ, നിങ്ങളെ ശ്വാസത്തെ, നിങ്ങളുടെ ചിന്തകളെ എല്ലാം തന്നെ നിരീക്ഷിക്കുന്നതനുസരിച്ച് നിങ്ങളിൽ ആ ഒരു മാറ്റം നിങ്ങളിൽ സംഭവിക്കുന്നതാണ്. ആ ഒരു മാറ്റം നിങ്ങൾക്ക് പുതിയൊരു നിങ്ങളെ കണ്ടെത്താൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ പറയാണ്ട് ഈവൻ നിങ്ങളുടെ രൂപത്തിൽ വരെ നിങ്ങൾക്ക് ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുന്നതാണ് സത്യം. എൻ്റെ പണ്ടത്തെ ഫോട്ടോ ഞാൻ മിക്കപ്പോഴും കാണിക്കാറുണ്ട്, എന്നാലൊന്നും പുതിയ കുറേ പേര് വന്നിട്ടുണ്ട്. അതായത് ചിലപ്പോൾ നിങ്ങളെ പല രൂപത്തിലും പല രോഗങ്ങളും എല്ലാം തന്നെ നേരിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ രൂപത്തെ വരെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇപ്പം എൻ്റെ പണ്ടത്തെ രൂപമായിരുന്നത് നോക്കട്ടെ, അതായത് എൻ്റെ പണ്ടത്തെ രൂപം ടോട്ടൽ ഇങ്ങനെ ഗുജറാത്തിൽ റിഫൈനറിയിലെ ഒരു ഫോട്ടോ ആണ്. ഇങ്ങനെ മേലെ കൂടെ പോകുന്ന പമ്പ്സാണ് ഈ ഗ്യാസ് പമ്പ്സ്. അന്നേരം ആ സമയത്തെല്ലാം ഞാൻ ചിന്തിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും നമ്മൾ ആർക്കും വേണ്ടി ജീവിക്കണം, എപ്പോഴും നമ്മൾ മറ്റുള്ളവരെ, അതായത് ഞാൻ ബേസിക്കലി ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് കഴിഞ്ഞാണ്. അന്നേരം ഈ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണെന്ന് പറയുന്നത് എന്താണ്? എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അനുസരിച്ചാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഇപ്പം പലപ്പോഴും ഈ ഹീലല്ലാത്ത പാരൻസിൻ്റെ കുട്ടികൾ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതാണ്. കാരണം നിങ്ങൾ മക്കളിൽ നോക്കൂ,
നിങ്ങൾക്ക് നടക്കാത്ത ആഗ്രഹങ്ങൾ നടത്തേണ്ട ആൾക്കാരല്ല നിങ്ങളുടെ മക്കൾ. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു പർപ്പസ് ഉണ്ട്, അവരുടേതായിട്ടുള്ളൊരു ഡ്രീംസ് ഉണ്ട്. അതിലേക്ക് നിങ്ങൾ പോകുന്ന സമയത്താണ് നിങ്ങൾ ലൈഫിൽ ചേഞ്ചസ് വരാൻ പോകുന്നത്. ഓരോരുത്തർക്കും ആ ഒരു ഇൻഡിവിജ്വാലിസം നിങ്ങൾ നൽകുക. നിങ്ങൾ അടുത്തതായി റിലേഷൻഷിപ്പിൽ നൽകേണ്ട അടുത്ത പോയിന്റ് ഫ്രീഡം എന്ന് പറഞ്ഞ കാര്യമാണ്. നിങ്ങൾ മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യം നൽകുക, മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഉദാഹരണത്തിന് നിങ്ങൾ മക്കൾക്ക് സ്വാതന്ത്ര്യം നൽകുക എന്ന് പറയുന്നത് മക്കളെ അഴിച്ചുവിടുകയാണ് ചെയ്യുന്നത്. ഒരു പട്ടം എങ്ങനെയാണോ ആ പട്ടം പറപ്പിക്കുന്ന ആൾ നിയന്ത്രിക്കുന്നത് അതുപോലെ നിയന്ത്രിക്കണം എന്നുള്ളതാണ്. അതായത് അവർക്ക് ഫ്രീഡം നൽകുന്ന സമയത്തും അവരെ ഒരു കൺട്രോൾ നിങ്ങളിലുണ്ട് എന്നുള്ള കാണിക്കണം. അതിനാണ് വിശ്വാസം ജനിപ്പിക്കണം. അതായത് മക്കൾ പാരൻറ്റിങ്, കാരണം കുറേ കൺസൾട്ടേഷൻ സമയത്ത് മക്കൾ ലഹരിയുടെ അങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അന്നേരം എന്താ പ്രശ്നം എന്ന് അറിയാമോ? നിങ്ങൾ മക്കളെ അടിച്ചമർത്തിയിട്ടാണ് വെക്കുന്നതെങ്കിൽ ഒരു നിമിഷം അവർക്ക് സ്വാതന്ത്ര്യം കിട്ടുകയാണെങ്കിൽ അവരതിനെ കംപ്ലീറ്റ് ആയിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. നേരെ മറിച്ച് നിങ്ങൾ അതിനെ കൺട്രോൾഡ് ഹാപ്പിനെസ്, അതായത് ലോകത്തുള്ള ഒന്നും മോശമല്ല, മറിച്ച് ആ കൺട്രോൾ ചെയ്തുകൊണ്ട് നിങ്ങളുടെ സന്തോഷം അല്ലെങ്കിൽ ഇങ്ങനെ അവർക്ക് ആ ഫ്രീഡം കൊടുക്കുകയാണെങ്കിൽ അവരതിൽ കൂടുതൽ പൂർണ്ണത അനുഭവിക്കാൻ വേണ്ടി ഹാപ്പിനെസ് അനുഭവിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. അതായത് ഈ ഫ്രീഡം നിങ്ങളെ പങ്കാളിക്കുന്ന കാര്യങ്ങൾ, അതായത് മറ്റുള്ളവരെ കൺട്രോൾ ചെയ്തുകൊണ്ട് നിങ്ങൾ സ്നേഹത്തെ നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ലഭിക്കില്ല. നേരെ മറിച്ച് ആ ഫ്രീഡം നിങ്ങൾ നൽകി നോക്കൂ, നിങ്ങൾക്ക് സ്നേഹം നിങ്ങൾക്ക് ലഭിക്കും. കാരണം എന്താണ്? നിങ്ങൾ ഇൻസെക്യൂരിറ്റിയിലാണ്. ആ സ്നേഹത്തെ നിങ്ങൾ ആവശ്യപ്പെടുന്നത് ഉള്ളിലുള്ള ഭയമാണ്. അവൻ എന്നെ വിട്ടുപോവോ, അവൾ എന്നെ വിട്ടുപോകുമോ എന്ന രീതിയിലുള്ള ഭയമാണ് നമ്മൾ ലൈഫ് സംഭവിക്കുന്നത്. എന്നാൽ നിങ്ങൾ ലൈഫിൽ നിങ്ങൾ ആ ഒരു ഹീലിംഗ് മീൻസ് നിങ്ങളെ തന്നെ സ്നേഹിച്ച് നിങ്ങളൊരു ഹീലിംഗ് കാര്യങ്ങൾ വരുന്ന സമയത്ത് നിങ്ങളെ കയ്യിലേക്ക് പണം വരും, അതോടൊപ്പം തന്നെ അറിവുകൾ വരും, കാര്യങ്ങളെല്ലാം തന്നെ വരുന്നതാണ്. മനസ്സിലായോ? ആ ഒരു ചേഞ്ചസ് എന്നാണ് ഞാനെന്ന് പറയുന്ന വ്യക്തി എന്നെ കണ്ടെത്താനും അതിലൂടെ മറ്റുള്ള വ്യക്തികളുടെ ലൈഫിലും ചേഞ്ചസ് കൊണ്ടുവരുന്നത്. ഇപ്പം എൻ്റെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന കുറേ ട്രെയിനേഴ്സ്, ഇപ്പം ഈ ബാച്ചിൽ തന്നെ അഖില, സുജാർ മോഹനിലുണ്ടായിരുന്നു, പിന്നെ ആശാജി കുമാർ, BBR മോഹൻ, വിഷ്ണു, ഗ്രീൻതൂത്തിലെ വിഷ്ണു, അദ്ദേഹം എല്ലാം നമ്മളെ ക്ലാസ്സിൽ പങ്കെടുത്ത വ്യക്തിയാണ്. അവരെപ്പോഴാണോ അവരെ പൂർണ്ണമായി ഹീൽ ചെയ്ത് അവരൊരു പർപ്പസിലേക്ക് എത്തിയത് അന്നേരം മുതലാണ് അവർക്ക് ട്രൂ ഹാപ്പിനെസ് എന്താണെന്ന് കണ്ടെത്താനും അതിലൂടെ മുന്നോട്ട് പോകാനും സാധിച്ചതെന്നുള്ളതാണ് എൻ്റെ അനുഭവം. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഇപ്പം 2026 ചെയ്യേണ്ട കാര്യമാണ് മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാതിരിക്കുക. ഓക്കെ, പിന്നെ നിങ്ങളുടെ ചിന്തകളെ നിരീക്ഷിക്കുക. ചിന്തകൾ എന്ന് വെച്ചാൽ ജീവിതത്തിൽ ഇങ്ങനെയാണ്, നെഗറ്റീവാണോ പോസിറ്റീവാണോ അതിനെ നിരീക്ഷിച്ച് നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിൽ ക്ലിയർ അല്ലെങ്കിൽ ക്യാൻസൽ എന്ന് പറയുന്ന 2 സ്വിച്ച് വേർഡ്സ് വളരെ പവർഫുൾ ആയിട്ടുള്ളതാണ്. ക്ലിയർ, മനസ്സിൽ നെഗറ്റിവിറ്റി ഇങ്ങനെ കയറി വരികയാണ്, ക്ലിയർ ഓർ ക്യാൻസൽ എന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പറയുക. ക്യാൻസൽ അല്ലെങ്കിൽ നിശബ്ദമായിട്ട് ക്യാൻസൽ എന്ന് പറയുക നല്ലതാണ്. അത് ക്യാൻസൽ എന്ന് പറയുന്ന സമയത്ത് അവിടെ ആ തോട്ടിനെ, ആ ഒരു തോട്ട് പാറ്റേണിനെ നിങ്ങൾ ബ്രേക്ക് ചെയ്യാണ് പോകുന്നത്. മനസ്സിലായോ? അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ, നിങ്ങൾ ലൈഫിൽ മാറ്റം ഉണ്ടാവും. ഓക്കെ, അന്നേരം എല്ലാവർക്കും ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഏകദേശം 8:42 നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹീലിംഗ് മെഡിറ്റേഷനാണ്. അത് ഹോപ്നോ മെഡിറ്റേഷനാണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ലൈഫിൽ ഹോപ്നോ ഉപയോഗിച്ചിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ്, ജസ്റ്റ് ഹോപ്നോ മെഡിറ്റേഷൻ ചെയ്യുന്നതിന് മുന്നേ എന്ത് മാറ്റമാണ് കൊണ്ടുവന്നത് നിങ്ങൾ ലൈഫിൽ? എന്തെങ്കിലും മാറ്റം കൊണ്ടുവന്നു? നമുക്ക് എന്തെങ്കിലും ഒരു ടെൻഷന്, ഒരു ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു വേദന, അങ്ങനെ ഒരു പ്രയാസമൊക്കെ തോന്നുമ്പോൾ നമ്മളിത് മനസ്സിരുത്തി നിന്ന് കൈവച്ചിട്ട് പറഞ്ഞിട്ടുണ്ടെച്ചെങ്കിൽ അതിൽ ഒരുപാട് വ്യത്യാസമായിട്ട് വരാറുണ്ട്. പിന്നെ എപ്പോഴും രാവിലെയും രാത്രിയിലും ഒരു 21 തവണ അത് ഇങ്ങനെ ചെല്ലുമ്പോൾ അത് നമുക്ക് അതുകൊണ്ടൊരു സക്സസ് ഉണ്ട് എന്നുള്ള ഒരു തോന്നൽ മനസ്സിലേക്ക് വരുന്നുണ്ട്. ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ട്. ഇപ്പൊ ക്ലാസ്സിൽ ഞാൻ ഫ്രീ ക്ലാസ്സിലാണ്, അലൈൻമെന്റ് മേഷനിലൊന്നും ചേർന്നിട്ടില്ല. ഒരു 2 മാസം കൂടെ കഴിഞ്ഞിട്ട് ചേരണം എന്നുള്ളതുണ്ട്. അപ്പൊ അത് എല്ലാ കാര്യങ്ങളും സാറ് പറയുന്നത് പോലെയൊക്കെ ചെയ്യുന്നതിന് കാരണം ഒരുപാട് വ്യത്യാസം തന്നെയാണ് കാണുന്നത്. മെഡിറ്റേഷൻ എനിക്കും ഒരുപാട് ഇത് തരുന്ന ഇതാണ്. നമ്മുടെ ബോഡിക്ക് എന്തെങ്കിലും ഹീൽ ചെയ്യണേനും
അതുപോലെ തന്നെ യാത്രയിലും എല്ലാത്തിലും എനിക്ക് പ്രയോജനം ചെയ്യുന്ന ഒന്നാണ്. പിന്നെ എനിക്ക് സാറിനെ തനിയൊന്ന് കണ്ടിട്ട് എനിക്ക് സംസാരിക്കണം. എൻ്റെ മകനെ കുറിച്ചിട്ട് ഞാനൊരു കുട്ടീനെ പഠിപ്പിക്കുന്നുണ്ട്. ആ കുട്ടിയുടെ മാനസിക അച്ഛനും അമ്മയൊന്നും ഇല്ലാത്തൊരു കുട്ടിയാണ്. അപ്പൊ അതിന് കുറെ കൗൺസിലിംഗ് ഒക്കെ കൊടുത്തു. പാസ്സായി വരുന്നുണ്ട്. പോണ്ടിച്ചേരിയിലാണ് പഠിക്കുന്നത്. ആ കുട്ടിയുടെ കാര്യം ഒന്ന് എങ്ങനെ ചെയ്യണം എന്നുള്ളത് എനിക്ക് അറിയുന്നില്ല. അവനെ കൊണ്ടുവരും, അതെ, പോസിബിൾ ആണ്, അവനെ കൊണ്ടുവരും. എന്റെ മകനെയാ? മകൻ നിങ്ങളിപ്പോ പറഞ്ഞ ആളെ കൊണ്ടുവരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അതെയാ? ആ കുട്ടീനെ ഇപ്പൊ അടുത്ത വെക്കേഷനിലേക്ക് കൊണ്ടുവരാൻ കഴിയുള്ളൂ, പെൺകുട്ടീനെ. പെൺകുട്ടിയാണല്ലേ? എന്നാ എന്റെ മകനാണെങ്കിൽ വക്കീലാണ്. പക്ഷെ വക്കീലിന്റെ പണിയൊന്നും എടുക്കുന്നില്ല. സംഗീതം എന്ന് പറഞ്ഞ് നടക്കുക. നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, അതായത് നമ്മൾ ഇനി നിങ്ങളെ ഹോപ്പിനോപ്പിനെ ഉപയോഗിച്ചിട്ട് വേറെ ആർക്കെങ്കിലും നല്ല മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? സാർ എനിക്ക് ഒന്ന് പറയാനുണ്ടേ. എന്റെ കാര്യത്തിലാണ്, എനിക്ക് മാത്രമല്ല, ഞാൻ ചാലഞ്ചിങ് ആയിട്ടുള്ള കുറെ കേസസ് എടുക്കുമ്പോൾ ആ പേഷ്യൻസിന് വേണ്ടി ഞാൻ ചെയ്യാറുണ്ട് പ്രോബ്ലം. അപ്പൊ എനിക്ക് അവരിൽ ഭയങ്കര മാറ്റം കാണുന്നുണ്ട്. ചെയ്ത പേഷ്യൻസിനെല്ലാം അവർ ഹീലാവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് എനിക്ക് എന്റെ ലൈഫിൽ മാത്രമല്ല, എനിക്ക് വേറൊരാൾക്ക് ചെയ്തിട്ടും മാറ്റം കാണുന്നുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മറ്റൊരു വ്യക്തി നമുക്ക് ഇപ്പം ഞാൻ മുന്നേ പറഞ്ഞില്ലേ, നമുക്ക് മറ്റൊരു വ്യക്തിയെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. പക്ഷേ എപ്പോഴാണോ നമ്മൾ ചേഞ്ച് ആണ്, നമ്മളെ എനർജി ലെവൽ. ഇപ്പം എന്താണ്, അദ്ദേഹത്തിന് കുറേ വേദനകളും കാര്യങ്ങളും ഹീൽ ചെയ്തതിന് ശേഷം ഏതൊരു ടെക്നിക്ക് ഉപയോഗിക്കാൻ അതിൻ്റെ റിസൾട്ട് 100% ഇരട്ടിയായിരിക്കും. ഇപ്പം ഹൻസ പറഞ്ഞതുപോലെ തന്നെ. ഓക്കെ, എൻ്റെ ലൈഫിൽ കുറേ മാറ്റങ്ങൾ, ഇവൻ ഏറ്റവും കൂടുതൽ എനിക്ക് മാറ്റം വന്നത് എൻ്റെ റിലേഷൻഷിപ്പിലാണ്. എല്ലാ റിലേഷൻഷിപ്പിലും ഞാൻ എപ്പോഴും ഹോപ്പിനോപ്പിനോ എന്ന് പറഞ്ഞ ഹവായിയൻ ഒരു ഹീലിംഗ് ടെക്നിക്കാണ്. ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു എന്ന് പറയുന്ന 4 വേർഡ്സാണ്. ഇപ്പോൾ എലൈൻമെൻറ്റ് മാസ്റ്ററിയിൽ ഒരാൾ പറഞ്ഞു അഡ്വാൻസ്ഡ് ഹോപ്പിനോപ്പിനോ ടെക്നിക്കിൻ്റെ പ്രസൻറ്റേഷൻ ചെയ്യാനുള്ളത്. നാളെ എലൈൻമെൻറ്റ് മാസ്റ്ററിയില്ലെങ്കിൽ അഡ്വാൻസ്ഡ് ഹോപ്പിനോപ്പിനോ ടെക്നിക്കിൻ്റെ പ്രസൻറ്റേഷനാണ് ഉണ്ടാവുക. ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ. അതായത് ഈ 4 വേർഡ്സ്, ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു എന്ന് പറഞ്ഞ ഈ 4 വാക്കുകൾ നിങ്ങൾ നിരന്തരമായി സ്നേഹത്തോടെ, പ്രണയത്തോടെ, സത്യസന്ധമായിട്ട് അത് പറയുകയാണെങ്കിൽ, നിങ്ങൾ ഹീൽ ചെയ്ത് നിങ്ങൾ ആ ഒരു ഹീലിങ്ങിലൂടെ നിങ്ങൾ പറയുകയാണെങ്കിൽ 100% ഉറപ്പായിട്ടും അത് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാക്കും. വെറുതെ പറയുന്നില്ല. അന്നേരം നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവരും കണ്ണുകൾ അടയ്ക്കുക, എന്നിട്ട് നട്ടിൽ നിവർത്തിയിരിക്കുക. മുദ്ര എന്ന് പറയുന്നത് നിങ്ങൾ ആകാശമുദ്രയിൽ, ഇതാണ് ആകാശമുദ്ര എന്ന് പറയുന്നത്. ആകാശമുദ്രയിൽ നടുവിരലും തള്ളവിരലും കൂട്ടിയിട്ടുള്ളതാണ് ആകാശമുദ്ര. അതെന്ത് ചെയ്യുക, തുടയുടെ മുകൾ ഭാഗത്തേക്ക് വെക്കുക. കണ്ണടയോ കാര്യങ്ങളുണ്ടെങ്കിൽ മാറ്റി വെക്കുക. എല്ലാവരും നട്ടിൽ നിവർത്തിയിരിക്കുക. ശ്വാസം സാവധാനം ഉള്ളിലേക്ക് എടുക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നൽകിയ നിമിഷത്തിലേക്ക് പോവുക. അത് ചിലപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയെ കണ്ടുമുട്ടിയതാവാം, നിങ്ങൾക്ക് പണം ലഭിച്ചതാവാം, എന്തുമാവട്ടെ, ആ സന്തോഷമുള്ള നിമിഷത്തിലേക്ക് പോവുക. ആ ഒരു സന്തോഷം നിങ്ങളുടെ മുഖത്ത് പുഞ്ചിരിയായി കൊണ്ടുവരിക. ആ സന്തോഷമുള്ള ആ ഒരു നിമിഷത്തിലാണ് നിങ്ങൾ ഇപ്പോഴുള്ളത്. നിങ്ങളുടെ ശരീരം മുഴുവനും ആ ഒരു സന്തോഷത്തിലാണ് നിലനിൽക്കുന്നത്.
വീണ്ടും ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കുക. സാവധാനം പുറത്തേക്ക് വിടുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏതൊരു വ്യക്തിയുമായാണോ നല്ല ബന്ധം കാസൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത്, ആ വ്യക്തിയുടെ പേര് ഇങ്ങനെ പറയുക. ഡിയർ, ആ വ്യക്തിയുടെ പേര് ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു. ആ വ്യക്തിയുടെ പേര് ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു. വീണ്ടും ആ വ്യക്തിയെ നിങ്ങൾ മനസ്സിൽ കാണുക. ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾ എങ്ങനെയുള്ള സ്നേഹമാണോ ആഗ്രഹിക്കുന്നത് അതിനെ നിങ്ങൾ അകക്കണ്ണ് കൊണ്ട് കാണുക. നിങ്ങളുടെ ശരീരം മുഴുവനും ആ ഒരു സന്തോഷത്തിലാണ് നിലനിൽക്കുന്നത്. ആ ഒരു വ്യക്തി നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്നേഹം നിങ്ങൾക്ക് നൽകുന്നു. മനസ്സിൽ പറയുക, ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു. ആ വ്യക്തി നിങ്ങളെ സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കുന്നു. അതിൻ്റെ സന്തോഷം നിങ്ങളുടെ മുഖത്തേക്ക് കൊണ്ടുവരിക. ഒരു സാവധാനം പുഞ്ചിരിക്കുക. ആ വ്യക്തി നിങ്ങളെ അത്രയധികം സ്നേഹിക്കുന്നു. വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. സാവധാനം പുറത്തേക്ക് വിടുക. നിങ്ങളുടെ ശരീരത്തെ മനസ്സിൽ കാണുക. ഈ മനോഹരമായ ശരീരത്തെ നിങ്ങൾ ഇത്രയും കാലം അവഗണിച്ചിരുന്നു. ഇന്ന് ഈ നിമിഷം മുതൽ നിങ്ങളുടെ ശരീരത്തെ പൂർണ്ണമായും സ്നേഹിക്കാൻ പോവുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തോട് പറയുക, ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു. ശരീരം നിങ്ങളുടെ പൂർണ്ണമായും സുഖപ്പെടുകയാണ്. നിങ്ങൾ അനുഭവിക്കുന്ന മാനസികവും വൈകാരികവും ശാരീരികവുമായുള്ള എല്ലാ വേദനകളും ദുഃഖങ്ങളും ഇല്ലാതെയാകുന്നു. ആ ശരീരത്തോട് സ്നേഹത്തോടെ പറയുക, ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു. ശരീരം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് മാറുകയാണ്. നിങ്ങളുടെ സൗന്ദര്യം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് വരുന്നു. നിങ്ങളുടെ മുടി, നിറം, കണ്ണുകൾ, ശരീരത്തിൻ്റെ ഘടന എല്ലാം തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് മാറുകയാണ്. നിങ്ങൾ അത്രത്തോളം നിങ്ങളെ സ്നേഹിക്കുന്നു. വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ഈ നിമിഷം നിങ്ങളുടെ കൈകളിലേക്ക് പണം വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിൽ, നിങ്ങൾ ചെയ്യുന്ന ജോലിയിലൂടെ അത്രയധികം പണം നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ആ ഒരു പണത്തിനോട് പറയുക, ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു. ആ പണം നിങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. ആ പണത്തോട് സ്നേഹത്തോടെ പറയുക,
ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. പണമെന്ന് പറയുന്നത് നിങ്ങൾ സുഹൃത്തായി മാറിയിരിക്കുന്നു. പണത്തെ നിങ്ങൾ ആസ്വദിക്കുന്നു. പണത്തെ നിങ്ങൾ അത്രയധികം പ്രണയിക്കുന്നു. ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. നിങ്ങളുടെ ചുറ്റും പുതിയ അവസരങ്ങളും പുതിയ വ്യക്തികളും എല്ലാം തന്നെ വരുന്നു. നിങ്ങൾക്ക് ഈ നിമിഷം മുതൽ സ്നേഹിക്കുന്ന വ്യക്തികൾ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുള്ളൂ. ചുറ്റുമുള്ള എല്ലാ വ്യക്തികളെയും മനസ്സിലേക്ക് കൊണ്ടുവരിക. മനസ്സിൽ പറയുക, ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. നിങ്ങൾ നിങ്ങളോട് പറയുക, ഞാൻ എന്നെ അത്രയധികം സ്നേഹിക്കുന്നു. ഞാൻ ഇതുവരെ ചെയ്ത എല്ലാ തെറ്റുകളോടും ഞാൻ ക്ഷമിക്കുന്നു. നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുക, ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. വീണ്ടും ശ്വാസമുള്ളിലേക്ക് എടുക്കുക. സാവധാനം പുറത്തേക്ക് വിടുക. നിങ്ങളുടെ ജീവിതത്തിൽ ഈ നിമിഷം വളരെ സന്തോഷമുള്ളതാണ്. നിങ്ങളുടെ പങ്കാളി, നിങ്ങളുടെ മക്കൾ, രക്ഷിതാക്കൾ, സുഹൃത്തുക്കൾ നിങ്ങളെ സ്നേഹിക്കുന്നു. നല്ല കുടുംബ ബന്ധമാണ് നിങ്ങൾക്കുള്ളത്. എല്ലാവരും സത്യസന്ധമായ രീതിയിൽ നിങ്ങളോട് സംസാരിക്കുന്നു, നിങ്ങളെ സ്നേഹിക്കുന്നു. അതിൻ്റെ സന്തോഷം മുഖത്തേക്ക് കൊണ്ടുവരിക. നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിൽ, നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ വളരെ വലിയ ഉയർച്ചയാണ് നിങ്ങൾക്കുള്ളത്. ആ ഒരു സന്തോഷം നിങ്ങൾ ഈ നിമിഷം അനുഭവിക്കുക. ശരീരം മുഴുവനും ആ ഒരു സന്തോഷത്തിലാണ് നിലനിൽക്കുന്നത്. നിങ്ങളുടെ മുഖത്ത് അതിന് ആനന്ദം കൊണ്ടുവരിക. പണം നിങ്ങളുടെ കൈകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ പണം ഉപയോഗിച്ച് നിങ്ങൾ നല്ല വസ്ത്രങ്ങൾ, ഭക്ഷണം, വീട് എല്ലാം തന്നെ നിങ്ങളിലേക്ക് വരികയാണ്. അതിൻ്റെ സന്തോഷം അനുഭവിക്കുക. പ്രപഞ്ചശക്തിക്ക്, നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ദൈവത്തിന് നന്ദി, നന്ദി, നന്ദി. വീണ്ടും ശ്വാസമുള്ളിലേക്ക് എടുക്കുക. നിങ്ങളുടെ സ്വപ്ന ജീവിതത്തിലാണ് നിങ്ങൾ ഇപ്പോൾ ഉള്ളത്. നിങ്ങളുടെ ഓരോ കോശങ്ങളിലേക്കും ഓരോ രോമങ്ങളിലേക്കും അതിൻ്റെ ആ ഒരു സന്തോഷം അനുഭവിക്കുക. കണ്ണുകളിൽ, മുഖത്ത്, കവിളിൽ ആ ഒരു ആനന്ദം അനുഭവിക്കുക. മുഖത്ത് ഇളം പുഞ്ചിരി കൊണ്ടുവരിക. നന്ദി, നന്ദി, നന്ദി. സ്നേഹത്തോടെ കൈകൾ പരസ്പരം മലസുക. കണ്ണുകളിലേക്ക് ഊർജം പകരുക. സാവധാനം കണ്ണുകൾ തുറക്കുക. എങ്ങനെയുണ്ടായിരുന്നു? നന്നായിരുന്നു സാർ. ഓക്കെ, ഇത് നമ്മളെ നല്ലതായിരുന്നു. ഓക്കെ, നല്ലായിരുന്നു സാർ.
ഓക്കെ, ഇത് നമ്മൾ എലമെന്റ് മാസ്റ്ററിയിൽ കൊടുക്കുന്ന ഓരോരോ മെഡിറ്റേഷൻ ആണ്. നല്ലതായിരുന്നു സാർ. ഓക്കെ ഓക്കെ ഓക്കെ. അന്നേരം ഇനി താങ്ക് യു. എലമെന്റ് മാസ്റ്ററിയെ കുറിച്ച് പറയുന്നത്, എലമെന്റ് മാസ്റ്ററി എന്ന് പറഞ്ഞ ഒരു 30 ദിവസമുള്ള ഒരു പ്രോഗ്രാമാണ്. ഇതിൽ കുറേ പേര് പങ്കെടുക്കുന്നുണ്ട്. അതിൽ കൂടുതൽ മെമ്പേഴ്സിനെ ഞാൻ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കില്ല മെയിനായിട്ട്. കാരണം കൂടുതൽ മെമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ പേഴ്സണൽ അറ്റൻഷൻ കൊടുക്കാൻ പറ്റില്ല. ഇപ്പം ചില ക്ലാസ്സുകൾ നിങ്ങൾ പങ്കെടുക്കുന്ന 1000-2000 പേരുണ്ടാവും. സംശയങ്ങൾ ചോദിക്കാൻ പറ്റില്ല, ഒന്നും ചോദിക്കാൻ പറ്റില്ല. നിങ്ങളിങ്ങനെ കേട്ടിരിക്കും, അവർ നേരെ ഓഫ് ആക്കും. പക്ഷേ എലമെന്റ് മാസ്റ്ററി എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ ക്ലാസ്സാണ്, ചിലപ്പോൾ 1.5 മണിക്കൂർ, 1.25 മണിക്കൂർ, ചിലത് 2 മണിക്കൂർ വരെ പോകും. കാരണം അവരെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം അങ്ങനെ പലർക്കും പല മനസ്സിൽ പല സംശയങ്ങളുണ്ടാവും. ആ ഒരു സംശയങ്ങൾ പരിഹരിച്ചിട്ട് നിങ്ങളിപ്പം ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന എല്ലാ സ്ത്രീകളും എല്ലാ പുരുഷന്മാരും നിങ്ങൾ ജോലിയോടൊപ്പം തന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ കുറേ പേര് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കുറേ പേർക്ക് നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ വിക, രാജലക്ഷ്മി, പ്രമീള മാഡം, വേറെ ആരെങ്കിലും ഉണ്ടോ? ഹൻസ, ബിന്ദു ബിന്ദു മാഡം. ബിന്ദു മാഡം എന്താ ഒന്നും മിണ്ടാത്തത്? ഷീല മാത്യു ഉണ്ട്. ആ, ഷീല മാത്യു. ഓക്കെ, ഷീല മാഡം ഓക്കെ ഉണ്ടായിരുന്നോ? ഓക്കെ, ഷീല മാഡം. ഹലോ സാറേ, സാറിന്റെ അലൈൻ മാസ്റ്ററി സൂപ്പർ ക്ലാസ് ആണ്. നമുക്ക് ഇദ്ദേഹം ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ എലൈൻമെന്റ് മാസ്റ്ററിൽ എപ്പോഴും തുടങ്ങുന്ന സമയത്ത് നിങ്ങളെ കുറിച്ച് പറയാറുണ്ട്. അതെ അതെ, അല്ല സാർ, പിന്നെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മള് ശരിക്കും പറഞ്ഞ സാറ് പറഞ്ഞിട്ട് പുതിയ ബിസിനസ് തുടങ്ങണം പറഞ്ഞപ്പോ നമ്മള് തേടിപ്പോയതൊന്നും അല്ല, നമ്മളെ വിളിച്ച് നമുക്ക് കിട്ടിയതാ ഒരവസരം. പക്ഷെ തുടങ്ങി നല്ലതാണ്. എന്തായാലും ഇടൂ. ഓക്കെ, ഇദ്ദേഹം ക്ലാസ്സിൽ വരുന്ന സമയത്ത് ഭയങ്കര ഡൗൺ ആയിരുന്നു, എപ്പോഴും സങ്കടങ്ങളായിരുന്നു പറയുക. ഓക്കെ, ആ എന്തായാലും സന്തോഷം. എലമെന്റ് മാസ്റ്ററി പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇതിൽ ബേസിക്കലി നമ്മൾ മെഡിറ്റേഷൻ ആണ്, ഹീലിംഗ് മെഡിറ്റേഷൻ ആണ്. ഇന്നർ ചൈൽഡ് ഹീലിംഗ്, സെൽഫ് ലവ് മെഡിറ്റേഷൻ, അതോടൊപ്പം ട്രോമ ഹീലിംഗ്, സെൽഫ് ഹീലിംഗ്, അങ്ങനെ കുറേ മെഡിറ്റേഷൻസ് ഓരോ ദിവസവും വ്യത്യസ്തമായ മെഡിറ്റേഷൻസ് നൽകിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇതിൽ ബിന്ദു മാഡം ഒന്നും മിണ്ടുന്നില്ല. ഓക്കെ, പ്രമീള മാഡം എല്ലാം ഉണ്ട് കേട്ടോ. എന്തായാലും സന്തോഷം. അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി മെഡിറ്റേഷൻസ് ഉണ്ടാവും, പിന്നെ പേഴ്സണൽ ടാസ്ക് ഉണ്ടാവും, ഗ്രൂപ്പിൽ കുറച്ച് ടാസ്കുകൾ ഉണ്ടാവും. അതെല്ലാം ചെയ്യാന്നുള്ളതാണ് അതിൽ പ്രാക്ടീസ് ചെയ്യുന്നത്. ഇനി വരുന്ന 11-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. 11-ാം തീയതി പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. ഞാൻ കൂടുതൽ കോഴ്സിനെ അങ്ങനെ പ്രൊമോട്ട് ചെയ്യാറില്ല, കാരണം കോഴ്സിൽ ജോയിൻ ചെയ്യുമെന്ന് പറയാറില്ല. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്ന റിസൾട്ട് ഉണ്ടാവും, അത്രയേ ഉള്ളൂ. കാരണം പലരും ഫോഴ്സ്ഫുള്ളി ജോയിൻ ചെയ്യിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ഞാൻ അങ്ങനെ ഫോഴ്സ് ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ചെറിയൊരു ജീവിതം പോയാൽ മതി എന്നുള്ള ചിന്തയിൽ നിന്ന് നല്ലൊരു ഗ്രോത്ത് വേണം. എനിക്ക് അലൈൻമെന്റ് മാർഷിൽ ഞാൻ അറിയിക്കും ഗ്രൂപ്പിൽ. അലൈൻമെന്റ് മാർഷിൽ ഓക്കെ, നിങ്ങൾ ഗ്രൂപ്പിലുണ്ടല്ലോ, എന്തായാലും തുടങ്ങുന്ന സമയത്ത് അറിയിക്കാം. അന്നേരം അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്ന കാര്യമാണ്, നിങ്ങളൊരു ജോലി ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ജോലി ചെയ്തിരിക്കും, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. കാരണം ഞാൻ തന്നെ പറയുന്നത് വെച്ചാൽ ഇപ്പം ട്രെയിനിങ്ങില്ലാതെ കുറേ ബിസിനസ്സുകൾ ഞാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ബിസിനസ് ചെയ്യാതെ നിങ്ങൾ വെറുതെ ഇരുന്നിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പം സുജയോട് ഞാനാണ് പറഞ്ഞത് യൂട്യൂബ് ചാനലും ക്ലാസ്സും കണ്ടക്ട് ചെയ്യാൻ വേണ്ടി. ഇപ്പം ബിന്ദുവിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണം, വീഡിയോസ് ഇടണം എന്നുള്ളത്. ഇപ്പം ഏകദേശം 2 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. സുരേഷ് സാർ എന്തൊക്കെയുണ്ട്? അതാണ് നമ്മൾ ആ ചേഞ്ചസ് വരും. ഇപ്പൊ ഇതിൽ തന്നെ കുറെ പേര് ബിസിനസ്സിലേക്ക് ചോദിച്ചോളൂ. സാർ, ഹോപ്പനൊപ്പം ഇപ്പൊ സാറത്തെ ക്ലാസ്സില്ലേ, അതൊരു റിലേഷൻഷിപ്പ് ചെയ്യുന്നതെങ്കിൽ എത്ര ദിവസം ചെയ്യണം എന്നുണ്ടോ? ഇത്ര ദിവസം മിനിമം ഒരു 21 ടൈംസ് എങ്കിലും ചെയ്യാന്നുള്ളതാണ് വേണ്ടത്. രാവിലെയും വൈകിട്ടും 21 ടൈംസ് ഒരു 30 ഡേയ്സ് എങ്കിലും പ്രാക്ടീസ് ചെയ്യാം. ആണല്ലേ സാർ? ഞങ്ങള് കുറെ ദിവസമായി സാറുമായിട്ട് ഒരു കൺസൾട്ടേഷൻ വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, എന്റെ ഹസ്ബൻഡിന്റെ ജോലിന്റെ കാര്യത്തിന് വേണ്ടിട്ട്. ജസ്റ്റ് കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞ ഒരു മെസ്സേജ് അയക്കോ, 772 എന്ന് പറഞ്ഞ നമ്പറിൽ കുറെ ബുക്ക് ഞാൻ അയച്ചിട്ടുണ്ട്. അപ്പൊ സാറ് ബിസിയാണോ തോന്നുന്നുണ്ട് ചിലപ്പോ. സാർ എപ്പോഴാ സാർ ഫ്രീ ആവുക? ജസ്റ്റ് വാട്സപ്പിൽ 772 എന്ന് പറഞ്ഞ നമ്പറിൽ ഒരു മിസ് കോൾ അടിക്കും, ഞാൻ അയച്ചുതരാം കേട്ടോ. എന്തായാലും ഈ നമ്മള് ഇടയ്ക്കെല്ലാം നമ്മള് ഫ്രീ ക്ലാസ്സുകളും കാര്യങ്ങളും പിന്നെ ലൈഫ് കോച്ചസും ബിന്ദു അങ്ങനത്തെ കുറെ പേരുണ്ട്, അവരെല്ലാം കൊണ്ടുവന്നിട്ട് മുന്നോട്ടേക്ക് ഇതാക്കണമെന്നുണ്ട്. അന്നേരം അൺമ്യൂട്ട് ചെയ്തിട്ട് എന്തെങ്കിലും സംസാരിക്കുക ബിന്ദു മേഡമല്ലോ കേട്ടോ. എന്തായാലും എല്ലാവർക്കും ഇനിയുള്ള എല്ലാവരും അലൈൻമെന്റ് മാസ്റ്ററി, ഞാൻ ജസ്റ്റ് പറയുകയാണ്, നിങ്ങളുടെ ലൈഫിൽ കുറെ ട്രോമ ഉണ്ട്, കുറെ പ്രോബ്ലംസ് ഉണ്ട്. അങ്ങനെയാണ് നിങ്ങൾ അലൈൻമെന്റ് മാസ്റ്ററി ജോയിൻ ചെയ്തത്. നമുക്ക് ഒരുമിച്ച് ഇതൊരു അലൈൻമെന്റ് മാസ്റ്ററി എന്നാണ് ഇത്ര ദിവസം 30 ദിവസത്തെ കോഴ്സ് അല്ല, മറിച്ചൊരു
കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഹാബിറ്റ് ക്രിയേഷനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം പ്രമീള മാഡം നമ്മളെ ക്ലാസ്സിലെ വ്യക്തിയായിരുന്നു. അദ്ദേഹം ഡ്രസ്സിന്റെ ബിസിനസ് ചെയ്യുന്നതാണ്. സ്വന്തമായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, മീൻസ് ഒരു ഡ്രസ്സിന്റെ ബിസിനസ്സിൽ ഓർണമെന്റ്സും കാര്യങ്ങളും വെച്ചു. അങ്ങനെ നിങ്ങളെ ഇൻസ്റ്റാഗ്രാം പേജ് എന്തായിരുന്നു? പ്രമീള മാഡം ഉണ്ടോ ഇതിൻ്റെ അകത്ത്? പോയോ? ഓക്കെ. അന്നേരം കുറെ പേരുടെ പേജസും കാര്യങ്ങളും ഞാൻ സ്റ്റാറ്റസ് വെക്കാറുണ്ട്. അതെല്ലാം ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് എല്ലാവർക്കും വേണ്ടി കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ പരസ്പരം നമുക്ക് ഗ്രോ ചെയ്യാലോ. പരസ്പരം നമുക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് വളരാം എന്നുള്ളതാണ് ഞാൻ എന്തായാലും എല്ലാവർക്കും വന്നോ? നിങ്ങളെ ഇൻസ്റ്റാഗ്രാം പേജ് എന്തായിരുന്നു? ക്ലിയർ ആയില്ല. ചൈതന്യ. ഓക്കെ. ഞാൻ എന്തായാലും ഇൻസ്റ്റാഗ്രാം സ്റ്റാറ്റസ് ആക്കി വെക്കുന്നതാണ്. എന്തായാലും എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യും. ഓക്കെ. ഇതേപോലെ ഷീല മാഡത്തോട് ഞാൻ പറയാറുണ്ട്. ഷീല മാഡം കണ്ടില്ലേ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത്. എല്ലാവരും ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ചുറ്റും അവസരങ്ങൾ ചുറ്റുമുണ്ട്. നിങ്ങൾ കണ്ണ് തുറക്കാത്തതിനെ കൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത് കേട്ടോ. എന്തായാലും വീണ്ടും ഞാൻ നന്ദി പറയണം. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവരുടെ ജീവിതത്തിലും ദൈവികമായ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ കേട്ടോ. സാർ ഒരു ഡൗട്ട് ചോദിക്കാനുണ്ട്. ചോദിക്കട്ടെ സാർ? പില്ലോ ടെക്നിക്ക് രാവിലെ തന്നെ ചെയ്യണം, ഒരു ദിവസം രാവിലെ ചെയ്യാൻ പറ്റില്ലെങ്കിൽ വൈകുന്നേരം? അല്ല, രാവിലെ അല്ല. പില്ലോ ഇപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ക്ലാസ്സിൽ പില്ലോ ടെക്നിക്കാണ് പറയുന്നത്. അത് രാത്രിയാണ് ചെയ്യേണ്ടത്. രാത്രി ഉറങ്ങി കിടക്കുന്നുണ്ട് പറഞ്ഞല്ലോ. അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പേപ്പറിൽ ജസ്റ്റ് ഒരു പേപ്പർ കട്ട് ചെയ്തെടുക്കുക. ഓരോരോ ആഗ്രഹങ്ങൾ നിങ്ങൾ എഴുതുക. എന്നിട്ട് സ്പ്രേ ചെയ്തിട്ട് പില്ലോയുടെ അടിയിലേക്ക് വെക്കുക. അന്നേരം അതെന്താ അതിന്റെ ഫാൻസ് എന്ന് വെച്ചാൽ നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ എന്താണോ നിങ്ങൾ സങ്കല്പിക്കുന്നത് അതാണ് മാനിഫെസ്റ്റ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതൽ. കാരണം സ്വതവേ എന്താണ് ചെയ്യുക, ഏതെങ്കിലും രീതിയിലുള്ള നെഗറ്റീവായുള്ള വീഡിയോസ് കാര്യങ്ങളാണ് നിങ്ങൾ കാണുക. അതിന് പകരമായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ആഗ്രഹങ്ങൾ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് കിടക്കുക. അതിൽ ചെറിയ രീതിയിൽ അരോമ തെറാപ്പി എന്ന് പറഞ്ഞ കാര്യം, നല്ല സ്മെല്ല് നിങ്ങൾ മണത്തുകൊണ്ടാണ് ഇങ്ങനെ. ഇപ്പൊ റൂമിൽ ഈ ഒരു ഇതിനകത്ത് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അരോമയുടെ ഓയിൽസ് ഉണ്ട്. അത് ഞാൻ അന്നേരം അതിൽ വാട്ടർ ചെയ്യും. അത് നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി റൂമിൽ കൊണ്ടുവരും. ഇത് അരോമ തെറാപ്പിയാണ്. ഇവൻ നമ്മളെ ക്രിസ്റ്റൽസിന്റെ കുറെ പേര് പറഞ്ഞിരുന്നു. ഇനി പുതിയ ബാച്ച് നമ്മൾ 7 ചക്ര ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്ന വെച്ചാൽ വെൽത്ത് മാഗ്നറ്റ് എന്ന് പറഞ്ഞ ക്രിസ്റ്റലാണ്. അത് എനിക്ക് നല്ല ബെനിഫിറ്റ് ഉണ്ട്. എന്തായാലും ഞാൻ ഏകദേശം ഒരു 1.5 മാസമായിട്ട് ഇടുകാൻ തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ ബിസിനസ്സിൽ എൻ്റെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ നല്ല മാറ്റമുണ്ട്. ഇത് വെറുതെ ചെയ്യുന്നില്ല, ഇത് സിജിൽ സിമ്പലും കൂടി ആഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. 7 ചക്ര നിങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ഡെയിലി അത് ഹീൽ ചെയ്യുക. ഡെയിലി കറക്റ്റായിട്ട് അതിൽ ഹീലിംഗ് മെഡിറ്റേഷൻസ് നമ്മൾ QR കോഡിൽ നൽകിയിട്ടുണ്ട്. അത് QR കോഡിൽ നിങ്ങൾ 16 മിനിറ്റ് ഇതിനു വേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്തേ മതിയാവും. വെറുതെ ഒരു കയ്യിൽ ഇടേണ്ട കാര്യമില്ല. ഫാൻസി കാര്യമായിട്ട് നിങ്ങൾ ഇതിനെ കരുതരുത്. കറക്റ്റായി നിങ്ങൾ എനർജി വെച്ചിട്ട് ഹീൽ ചെയ്യുക. ഫുൾ മൂൺ ഡേ, ഇന്ന് ഫുൾ മൂൺ ഡേ ആണ്. എല്ലാവരും എന്ത് ചെയ്യുക, 7 ചക്ര ഉണ്ടെങ്കിൽ അത് ക്ലെൻസ് ചെയ്യുക. ഇങ്ങനെ റോസ് വാട്ടറിലും നമ്മൾ സാധാ പച്ചവെള്ളത്തിലൊന്ന് മുക്കിയിട്ട് അത് തുടച്ചിട്ട് വീണ്ടും ഇന്നൊന്ന് ഹീൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പൊ അല്ലാത്ത ദിവസം തരുന്ന മെഡിറ്റേഷൻ ഒക്കെ എപ്പോഴാ ചെയ്യാ? അത് നിങ്ങൾ ഫ്രീ ടൈം, ഇപ്പൊ വാട്സ്ആപ്പ് ക്ലാസ് ആണല്ലേ, വാട്സ്ആപ്പ് ക്ലാസ്സിൽ നിങ്ങൾ ഫ്രീ ടൈം ചെയ്താൽ മതി കേട്ടോ. അതിൽ 3 മെഡിറ്റേഷൻ. അല്ല അതല്ല, ഇന്നലെ മിനിഞ്ഞാന്നുണ്ടായിരുന്നല്ലോ ക്ലാസ്, അതിലൊക്കെ തന്നല്ലോ മെഡിറ്റേഷൻ. അപ്പൊ അതൊക്കെ നമുക്ക് സൗകര്യം ഉള്ളപ്പോ ഓരോന്നനുസരിച്ച് ചെയ്താ അങ്ങനെ ചെയ്താൽ മതി. പില്ലോ ടെക്നിക്ക് മാത്രം രാത്രി കിടക്കുമ്പോ ചെയ്യാം, രാത്രി കിടക്കുന്ന സമയത്താണ് ചെയ്യേണ്ടത്. ഓക്കെ. അത് പിറ്റേ ദിവസം രാവിലെ കത്തിക്കേണ്ട വൈകിട്ടാണോ? നിങ്ങൾ കത്തിക്കേണ്ട രാവിലെയാണ്. ഓക്കെ. എന്താണ് ബ്രേസ്ലെറ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ. അത് ഉപയോഗിച്ചാർക്കെങ്കിലും നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട് സർ, നല്ല മാറ്റം വരുന്നുണ്ട്. എന്താണ് മാറ്റം? അതായത് നമ്മൾ ചെയ്യാൻ സാധിക്കില്ല എന്ന് വിചാരിക്കുന്ന കാര്യം ചില സമയത്തിനുള്ളിൽ തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്റെ ലൈഫിൽ 7 ചക്ര ഉപയോഗിച്ചതിന് ശേഷം എന്റെ മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സൊരു ബാലൻസ് ആയി. ചില സമയത്ത് ഞാൻ പെട്ടെന്ന് ഹയർ ആവും, പെട്ടെന്ന് ഡൗൺ ആവും. അത് എന്റെ ഒരു ക്യാരക്ടർ ആയിരുന്നു. ഈ 7 ചക്ര ഉപയോഗിച്ചതിന് ശേഷം എന്റെ ഒരു ബാലൻസ് ആയി. അതായത് എല്ലാത്തിനെയും എന്ത് ചെയ്യാം എന്നുള്ള ഒരു ലെവലിലേക്ക് മാറി. അത് നല്ലതാണ് 7 ചക്ര. കുറെ പേര് ഇപ്പൊ എന്ത് ചെയ്യാം, 772 എന്ന് പറഞ്ഞ നമ്പറിൽ നിങ്ങളൊരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്തു നമുക്ക് ഗൂഗിളിൽ ഇടാലോ. അനിതാന്നല്ലേ പേര്? എന്താണ്?
ഓക്കെ. ഇനി എന്നാണ് ബ്രേസ്ലെറ്റ് കൊടുക്കല് ഇനി ബ്രേസ്ലെറ്റ് ഇപ്പൊ കുറെ ഓർഡേഴ്സ് ഇനി എന്നാണ് വന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ അടുത്ത ആഴ്ച എന്തായാലും പുതിയ ഓർഡേഴ്സ് സ്വീകരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ അത് വാട്സാപ്പിൽ ഇടണ്ടാവൂല? വാട്സാപ്പിൽ ഇടും. ഓക്കെ. നമ്മൾ ഈ 7 ചക്ര ഇടുമ്പോ തന്നെ വെൽത്തിന്റെ ഇടണോ? അങ്ങനെ ഇടണോ? അത് നമ്മൾ അത് രണ്ടും ഇടുന്നത് നല്ലതാണ്. ഇപ്പൊ ഞാൻ ഇപ്പം ഏകദേശം 1.5 മാസം ഞാൻ ഉപയോഗിക്കുന്നു. അത് വെൽത്ത് മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ അത് ഇത് മാത്രമല്ല, അതിൽ സിജിൽ സിമ്പിൾ എന്ന് പറഞ്ഞ ഒരു കാർഡ് ഞാൻ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു സിജിൽ സിമ്പിളിന്റെ എക്സ്പേർട്ടായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തിട്ട് അദ്ദേഹം ഒരു എന്താണ് ഗോൾഡൻ റേഷ്യോയിൽ വെച്ചിട്ടാണ് അദ്ദേഹം എനിക്കൊരു സിജിൽ സിമ്പിൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരുന്നത്. അത് ഞാൻ ഡെയിലി അത് ഹീൽ ചെയ്യുന്നുണ്ട്. ഹീൽ ചെയ്തിട്ട് എനിക്ക് നല്ല മാറ്റമുണ്ട് പേഴ്സണലി പറയുകയാണെങ്കിൽ. അത് ഞാൻ അറിയിക്കാം. 7 ചക്രയുടെ നമ്മൾ ഇങ്ങനെ 30% ഓഫറിലാണ് നമ്മൾ കൊടുക്കുന്നത്. 1500 899 ആണ്. നീ പുതിയ 7 ചക്ര വരുന്ന സമയത്ത് ഞാൻ എന്തായാലും അറിയിക്കാം, ഗ്രൂപ്പിൽ ഷെയർ കേട്ടോ. എന്തായാലും വീണ്ടും ഞാൻ നന്ദി പറയാണ്. എല്ലാവരും ജീവിതത്തിൽ നിങ്ങളുടെ സന്തോഷം കേട്ടോ. എല്ലാവരും പരിചയപ്പെടാൻ കഴിഞ്ഞാല് ബൈ, ഗുഡ് നൈറ്റ്. ക്ലാസ്സിൽ എങ്ങനെ ജോയിൻ ചെയ്യാൻ പറ്റുകയെന്ന് പറയുമോ? എനിക്ക് ഞാൻ ഗ്രൂപ്പിൽ അതിന്റെ ലിങ്ക് ഇടും. ആണല്ലേ? ഞാൻ മസ്കറ്റിലാണ് ഉള്ളത്. അപ്പൊ അത് മസ്കറ്റില് ഓക്കെ. ടൈം എന്ന് വെച്ചാൽ 5 to 6 ഈവനിങ് 8 to 9 ആണ്. ഇൻ കേസ് നിങ്ങൾക്ക് അത് പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ എലൈൻമെന്റ് മാസ്റ്ററുടെ ഇങ്ങനെ കൈയാണെങ്കിൽ ഗ്രൂപ്പിൽ റെക്കോർഡിങ്സ് നൽകും ക്ലാസ്സിന്റെ. പിന്നെ സാറിന് പേഴ്സണൽ കൺസൾട്ടേഷനെ കൊണ്ട് ഞാൻ എന്താ സാറ് ചെയ്യുക? പേഴ്സണൽ കൺസൾട്ടേഷൻ എന്നുള്ള ജസ്റ്റ് മെസ്സേജ് അയക്കൂ. പേഴ്സണൽ കൺസൾട്ടേഷൻ അല്ല, അതെ എവിടെയാ മെസ്സേജ് അയക്കേണ്ടത്? ഏത് നമ്പറിലാണ്? എനിക്ക് 772 എന്ന് പറഞ്ഞ നമ്പറിൽ, എന്റെ ലാസ്റ്റ് 772 എന്ന് പറഞ്ഞ നമ്പറിൽ അയച്ചാൽ മതി. എന്റെ 3 നമ്പർ ഉണ്ടാവും. 772 എന്ന് പറഞ്ഞ നമ്പറാണ് എന്റെ കയ്യിലുണ്ടാകുക കേട്ടോ. ഏത് നമ്പറാ? ലാസ്റ്റ് 772. ഓക്കെ സാർ. അപ്പൊ അതില് സാറിന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ കിട്ടും അല്ലേ? കിട്ടും. താങ്ക് യു. ഓക്കെ സാറേ, താങ്ക് യു. അത് എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു. ശരി. ഓക്കെ, താങ്ക്സ്.